Good evening. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. In നമ്മൾ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിന്റെ NCERT എക്സംപ്ലർ ക്വസ്റ്റ്യൻസിന്റെ ലാസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി റിമൈനിങ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിന്റെ 5 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി 6 തൊട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഹൗ ഇസ് ഇറ്റ് ദാറ്റ് ഇൻട്രാസെല്ലുലാർ ലെവൽസ് ഓഫ് K+ ആർ ഹയർ ദാൻ എക്സ്ട്രാസെല്ലുലാർ ലെവൽസ് ഇൻ ആനിമൽ സെൽസ്? ചോദിച്ചിരിക്കുന്നത്, നമുക്കറിയാം ഏത് ഇൻട്രാസെല്ലുലാർ ലെവലിൽ ആനിമൽസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അയൺ K+ ആണ്. പക്ഷെ എക്സ്ട്രാ സെല്ലുലാറിൽ എങ്ങനെയാണ്? K+ കുറവാണ്, പകരം Na+ ആണ് കൂടുതൽ. ഇത് എന്തുകൊണ്ടാണ് റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ എന്തായിരിക്കും? ഏതൊരു സെൽസിന്റെയും കോൺസെൻട്രേഷൻ നമ്മൾ സെല്ലിന്റെ ഉള്ളിൽ കണക്കാക്കുമ്പോൾ എങ്ങനെ നമുക്ക് കിട്ടും? നമുക്കറിയാം പ്ലാന്റ് സെൽസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ്? എപ്പോഴും മിനറൽ അപ്ടേക്ക് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആ തിയറി വെച്ച് മിനറൽ അപ്ടേക്ക് എപ്പോഴും ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് നടക്കുന്നത്. കാരണം എന്താ? എപ്പോഴും അറ്റ് എനി ഗിവൺ പോയിന്റ് നമ്മൾ പ്ലാന്റ് സെൽസിന്റെ ഉള്ളിലത്തത് കോൺസെൻട്രേഷൻ ഓഫ് മിനറൽസ് എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും ദാൻ എക്സ്ട്രാ സെല്ലുലാർ ലെവൽസ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്ലാന്റ് സെൽസിന്റെ കാര്യത്തിൽ ഇതെങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ അപ്ടേക്ക് ഓഫ് മിനറൽസ് പ്ലാന്റ് സെൽസിൽ നടക്കുന്നത് ഏത് വഴിയാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. ആൻഡ് അത് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ എന്തുണ്ട്? ചില സ്പെഷ്യൽ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഉണ്ട്. ഇനി ഈ സ്പെഷ്യൽ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് വിച്ച് യൂട്ടിലൈസ് ATP ടു ട്രാൻസ്പോർട്ട് മിനറൽ അയൺസ്, അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? അയൺ പമ്പ്സ് എന്ന് വിളിച്ചു. അപ്പൊ ഇങ്ങനെ ഇത്തരം സ്പെഷ്യൽ ആയിട്ടുള്ള മെംബ്രെയിനിൽ കാണുന്ന ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്, ആൻഡ് ആ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസിന് കുറച്ച് സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതെങ്ങനെയാണ്? ATP യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ട്രാൻസ്പോർട്ട് നടത്തുന്നത്. അത് കൂടാണ്ട് അവരെങ്ങനെയാണ് മിനറൽസ് അഗെയിൻസ്റ്റ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എന്തെന്ന് വിളിച്ചു? അയൺ പമ്പ്സ്. അപ്പോ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻട്രാസെല്ലുലാർ ലെവൽസിൽ എന്തുകൊണ്ടാണ് K+ കൂടുതൽ ദാൻ ദി എക്സ്ട്രാ സെല്ലുലാർ ലെവൽസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത്തരത്തിലുള്ള മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസിന്റെ പ്രസൻസ് കൊണ്ടായിരിക്കാം എന്ത്? ഈ ആക്റ്റീവ് അപ്ടേക്ക് ഓഫ് മിനറൽസ് കാരണം K+ ഇൻട്രാസെല്ലുലാർ ലെവൽ, അതായത് സെല്ലിന്റെ ഉള്ളിൽ കൂടുതൽ ഇൻ കോൺസെൻട്രേഷൻ നമുക്ക് പറയാൻ പറ്റും. ഇനി 7th ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ ചോദിച്ചിരിക്കുന്ന, കട്ട് പീസ് ഓഫ് ബീട്രൂട്ട് ഡു നോട്ട് ലീവ് കളർ ഇൻ കോൾഡ് വാട്ടർ ബട്ട് ഡു സോ ഇൻ ഹോട്ട് വാട്ടർ. ഇതിന്റെ സൊല്യൂഷൻ ആണ് ചോദിച്ചത്. എന്തുകൊണ്ട്? എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ മെംബ്രെയിൻ ഉണ്ട്, ആൻഡ് എല്ലാ സെല്ലിനും മെംബ്രെയിൻ ഉണ്ട്. അതേപോലെ തന്നെ ബീട്രൂട്ടിന്റെ കട്ട് പീസസിൽ നമുക്ക് സെൽസ് ഉണ്ട്, അതിന് അതിൻ്റെതായ പ്ലാസ്മ മെംബ്രെയിൻസ് ഉണ്ട് ഓരോ സെൽസിനും. ഇനി ഈ പ്ലാസ്മ മെംബ്രെയിന്റെ പ്രത്യേകത അറിയാലോ, ബൈ ലെയർ ലിപ്പിഡ് ലെയർ ആണ്. അതിൽ ചില പെരിഫറൽ ആൻഡ് ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട്. ആൻഡ് നമ്മുടെ സെലക്ടീവ്ലി പെർമിബിൾ ആയിട്ടുള്ള ഒരു ലെയർ ആണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ. ആൻഡ് ഈ പ്ലാസ്മ മെംബ്രെയിനിൽ ടെമ്പറേച്ചറിന്റെ എഫക്ട് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? അതായത് നമ്മുടെ സെലക്ടീവ് പെർമിയബിലിറ്റി ഓഫ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് പറ്റും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നോറും നമ്മുടെ ലിപ്പിഡ് എന്ത് പറ്റും? ലിപ്പിഡ് ലിക്വിഫൈ ആവും. ആൻഡ് ലിക്വിഫൈ ആവുന്ന ലിപ്പിഡിനോടുകൂടെ തന്നെ നമ്മുടെ ലിപ്പിഡ് ബൈലെയറിൽ കാണുന്ന ഇന്റഗ്രൽ ആയിട്ടുള്ളതും പെരിഫറൽ ആയിട്ടുള്ള പ്രോട്ടീൻസിനും എന്ത് പറ്റും? ഡീനേച്ചറേഷൻ സംഭവിക്കും. അങ്ങനെ ഡീനേച്ചറേഷൻ സംഭവിച്ച് ആ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിന്റെ ഇൻടാക്ട്നെസ് അവിടെ നഷ്ടപ്പെട്ടു പോവാണ് ആസ് ദി ടെമ്പറേച്ചർ റൈസസ് അല്ലെങ്കിൽ ഇൻക്രീസസ്. അപ്പൊ എന്ത് പറ്റും? സബ്സ്റ്റൻസസ് പുറത്തേക്കും ഉള്ളോട്ടും എങ്ങനെയാണ്? ഈ പാസീവ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലീക്കേജ് കാണാൻ പറ്റും. അങ്ങനെ ലീക്കേജ് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഹൈ ടെമ്പറേച്ചറിൽ ഹോട്ട് വാട്ടറിൽ ഇടുമ്പോൾ നമ്മുടെ ബീട്രൂട്ടിന് പിഗ്മെന്റ് സ്പില്ലായി ഫുൾ കളേർഡ് ആവുന്നത്. ഇനി നമ്മുടെ ബീട്രൂട്ടിലെ പിഗ്മെന്റ് ഏതാണ്? ബീറ്റാനിൻ എന്നാണ് പേര്. ആൻഡ് ഇതെവിടെയാണ്? നമുക്കറിയാം പിഗ്മെന്റ്സ് പോലുള്ള മോളിക്യൂൾസ് ഒരു പ്ലാന്റിന്റെ സെല്ലില് എവിടെയാണ് എപ്പോഴും കാണാറ്? വാക്യൂളാണ്. അതേപോലെ തന്നെ ഈ പിഗ്മെന്റും നമ്മുടെ വാക്യൂളാണ് കാണുന്നത്. ആൻഡ് ഈ വാക്യൂളിനും എന്തുണ്ട്? ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ ആയിട്ടുള്ള ടോണോപ്ലാസ്റ്റ് ഉണ്ട്. വാക്യൂളിന്റെ മെംബ്രെയിൻ ടോണോപ്ലാസ്റ്റ് ആണെന്നുള്ളത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അതൊരു സെമി പെർമിബിൾ മെംബ്രെയിൻ ആണെന്നുള്ളതും. അപ്പോ ഈ വാക്യൂളിന്റെ ഈ മെംബ്രെയിൻ ഏത് നമ്മുടെ പിഗ്മെന്റിനെ
പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ വാക്യൂളിന്റെ മെംബ്രെയിൻ ആണ് ടോണോപ്ലാസ്റ്റ്. ഇനി ഹോട്ട് വാട്ടറിലും ഇൻക്രീസ് ചെയ്യും ടെമ്പറേച്ചർ. ഇനി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് വെച്ച് നമ്മുടെ ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ മെംബ്രെയിനും പ്ലാസ്മ മെംബ്രെയിനും എല്ലാം എന്ത് പറ്റും? ഡിസ്റപ്റ്റഡ് ആവും. ആൻഡ് നമ്മുടെ റെഡ് കളേർഡ് പിഗ്മെന്റ് ആയിട്ടുള്ള ബീറ്റാനിൻ എന്ത് പറ്റും? റിലീസ്ഡ് ആവും. ആൻഡ് ഈ ഹൈ ടെമ്പറേച്ചറിൽ എന്തും കൂടി ഹെൽപ്പ് ചെയ്യും? ഡിഫ്യൂഷന്റെ റേറ്റും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്ത് പറ്റും? മോർ റിലീസ് ഓഫ് പിഗ്മെന്റ് ഇൻ ടു ദി വാട്ടർ. അപ്പോ ഇതേ സമയം ഇതേ ഫിനോമിനൻ നമ്മൾ ഒരു ബീട്രൂട്ടിന്റെ കട്ട് പീസ് എടുത്ത് കോൾഡ് വാട്ടർ ഇട്ടാല് ഇത് സംഭവിക്കില്ല. കാരണം എന്താ? കോൾഡ് വാട്ടറിൽ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് നമ്മുടെ മെംബ്രെയിന്റെ ഇൻടാക്ട്നെസ് റിമെയിൻഡ് ആയിരിക്കും. അതായത് സ്റ്റിൽ ഇൻടാക്ട് ആവുന്നതുകൊണ്ട് നമ്മുടെ സ്പില്ലേജ് അല്ലെങ്കിൽ റിലീസ് ഓഫ് പിഗ്മെന്റ് കാണില്ല. അപ്പൊ അതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ കട്ട് പീസ് ഓഫ് ബീട്രൂട്ട് എന്തുകൊണ്ടാണ് കോൾഡ് വാട്ടർ ഇല്ല, ഹോട്ട് വാട്ടറിൽ ഉണ്ടെന്നുള്ളതിനാണ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ പറയുമ്പോൾ നമ്മുടെ പിഗ്മെന്റ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വാക്യൂളിന്റെ ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സെമി പെർമിബിൾ മെംബ്രെയിൻ ആയാലും നമ്മുടെ സെല്ലിന്റെ സെമി പെർമിബിൾ മെംബ്രെയിൻ ആയിട്ടുള്ള പ്ലാസ്മ മെംബ്രെയിൻ ആയാലും എന്ത് പറ്റും? ഡിസ്റപ്റ്റഡ് ആവുന്നു. അപ്പൊ ഇതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇനി 8th ക്വസ്റ്റ്യൻ. 8th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇൻ എ girdled plant, when water is applied to the leaves above the girdle, leaves may remain green for some time, then wilt and ultimately die. What does it indicate? അപ്പോ girdled plant എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫിനോമിനൻ ഓഫ് girdling എന്താന്ന് അറിഞ്ഞിരിക്കണം. girdling എന്താണ്? നമ്മുടെ ഒരു ട്രീ എടുത്തു, ട്രീന്റെ ഒരു ട്രങ്ക് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് എടുത്തു, ആൻഡ് ആ ട്രങ്ക് അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ എൻറ്റയർ ബൗണ്ടറി അല്ലെങ്കിൽ സർക്കംഫറൻസിന്റെ അലോങ് ഉള്ള നമ്മുടെ ബാർക്കിന്റെ സ്ട്രിപ്പ് നമ്മൾ റിമൂവ് ചെയ്ത് കളയാണ്. ആ പ്രോസസ്സിന് പറയുന്നതാണ് ഗേർഡ്ലിംഗ്. അപ്പോ നമ്മളിവിടെ എന്താണ് റിമൂവ് ചെയ്യുന്നത്? ബാർക്കിന്റെ സ്ട്രിപ്പ്. ആൻഡ് ഈ ബാർക്കിന്റെ സ്ട്രിപ്പ് അറൌണ്ട് ഒരു റിംഗ് അല്ലെങ്കിൽ ആനുലാർ ഫോമിൽ അറൌണ്ട് ദി സർക്കംഫറൻസ് കംപ്ലീറ്റ്ലി ഒരു റിംഗ് ഫോമിൽ റിമൂവ് ചെയ്ത് കളയാണ് ഓഫ് എ ട്രങ്ക് ഓഫ് എ ട്രീ. ഇനി ഈ ടിഷ്യൂ അതായത് നമ്മൾ റിമൂവ് ദ ടിഷ്യൂ എന്ത് നമ്മുടെ ഫ്ലോ എന്താ? ഈ ഫ്ലോയം റിമൂവ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഫ്ലോയത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഫുഡിന്റെ ട്രാൻസ്ലൊക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഫ്ലോയം. അപ്പോ ബൈ ഡിറക്ഷണലി ട്രാൻസ്ലൊക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫ്ലോയം നമ്മളിപ്പോ റിമൂവ് ചെയ്ത് കളയാണ് ബൈ ദി പ്രോസസ് ഓഫ് ഗേർഡ്ലിംഗ്. ഇനി ഗേർഡ്ലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലോയം റിമൂവ് ചെയ്തു. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് തോന്നും സൈലം എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? അതെങ്ങനെയാണ്? നമ്മുടെ ബാർക്കിന്റെ സ്ട്രിപ്പ് മാത്രം റിമൂവ് ചെയ്യുമ്പോൾ സൈലം എങ്ങനെയാണ്? ഇൻടാക്ട് തന്നെ ആയിരിക്കും, അതായത് റീറ്റെയിൻ തന്നെ ആയിരിക്കും. പക്ഷെ ഫ്ലോയം എങ്ങനെയാണ്? നമ്മൾ റിമൂവ് ചെയ്ത് കളയാണ്. അപ്പൊ ഫ്ലോയം നമ്മൾ റിമൂവ് ചെയ്തു. ഇനി എങ്ങനെയാ? ബൈ ഡിറക്ഷണലി ഫുഡിന്റെ ട്രാൻസ്ലൊക്കേഷൻ നടക്കൂല. അപ്പൊ എന്ത് പറ്റും? ഇനി സൈലം എങ്ങനെയാണ്? പ്രസന്റ് ആണ്. യൂണി ഡിറക്ഷനിൽ റൂട്ടിന്റെ സൈഡിൽ നിന്ന് ടിപ്പിലേക്കും ബാക്കിയുള്ള ലീവ്സിലേക്കുമാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ലീവ്സ് എന്ത് പറ്റും? ആവശ്യത്തിന് വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. വാട്ടറിന്റെ ട്രാൻസ്പോർട്ട്, മിനറലിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് കൊണ്ട് ഇറ്റ് റിമെയിൻസ് ടർജിഡ് ആൻഡ് ഗ്രീൻ. അപ്പൊ അത് അതിന്റെ ഫംഗ്ഷനായ ഫോട്ടോസിന്തസിസ് ഈസിലി നടത്തും. ഇനി പക്ഷെ പ്രത്യേകത എന്താണ്? ദ ഫുഡ് പ്രിപ്പയർഡ് ബൈ ദ ലീവ്സ്, അതായത് ലീവ്സ് ആണ് ഫുഡ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് നമ്മുടെ റൂട്ട് എത്തുന്നില്ല. കാരണം എന്താണ്? ഗേർഡ്ലിംഗ് നടന്നതുകൊണ്ട് അത്രയും റീജിയനിൽ ഫ്ലോയം ആബ്സെന്റ് ആണ്. അപ്പൊ ആ കണക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോവാണ്. അപ്പൊ നടുക്കുള്ള ഒരു റീജിയൻ മാറ്റിയാൽ അപ്പുറത്തുനിന്ന് ഈ നടുക്കുള്ള റീജിയനിൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് നടക്കില്ല. അപ്പൊ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ റൂട്ട്സ് ഡൈ ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ? ലീവ്സിന്റെ റൂട്ട്സിലേക്ക് ഇങ്ങോട്ട് എത്തുന്നില്ല ബിക്കോസ് ഓഫ് ഗേർഡ്ലിംഗ്. അപ്പൊ എന്ത് പറ്റും? പതുക്കെ റൂട്ട് നശിക്കാൻ തുടങ്ങുമ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മുടെ ലീവ്സും പ്ലാന്റും പതുക്കെ ഡെത്തിലേക്ക് നീങ്ങും. ഇനി ഈ ഗേർഡ്ലിംഗ് എന്ന് പറഞ്ഞ എക്സ്പെരിമെന്റ് നമ്മൾ നടത്തുന്നത് എന്താണ്? നമ്മുടെ ഗോൾ ആണ് ടു പ്രൂവ് ദാറ്റ് ഫ്ലോയം ഇസ് ഇമ്പോർട്ടന്റ് ഇൻ എ പ്ലാന്റ്. അതായത് ഫ്ലോയം ഇല്ലാണ്ട് ട്രാൻസ്ലൊക്കേഷൻ നടക്കില്ല. ട്രാൻസ്ലൊക്കേഷൻ നടക്കാണ്ട് നമ്മുടെ പ്ലാന്റ് കുറെ കാലത്തേക്ക് ജീവിച്ചിരിക്കില്ല. അപ്പൊ ഗേർഡ്ലിംഗ് എക്സ്പെരിമെന്റ് ഒരു പിക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് താഴോട്ടുള്ളത് ബേസ്, മേലോട്ടുള്ള അപ്പെക്സ് ആയിട്ട് കൺസിഡർ ചെയ്താല് നമ്മള് ബാർക്ക് അല്ലെങ്കിൽ ഫ്ലോയം കണ്ടെയ്നിങ് റീജിയൻ നമ്മളിവിടെ ഒരു സർക്കംഫറൻഷ്യലി റിമൂവ് ചെയ്ത് കളയാണ്. അപ്പൊ ബാർക്ക് റിമൂവ് ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാ? ഒരു ചെറിയ സ്വൊള്ളൻ റീജിയൻ നമുക്ക് കാണാൻ പറ്റും അബൌവ് ദിസ് ഗേർഡിൽ, അല്ലെങ്കിൽ ആ റീജിയൻ ഗേർഡിലിന്റെ റീജിയന്റെ മേലെ നമുക്ക് സ്വൊള്ളൻ റീജിയൻ കാണാൻ പറ്റും.
ആൻഡ് ബേസിലോട്ട് എന്തെത്തുന്നില്ല, ഫുഡിന്റെ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നില്ല. ഫുഡ് എത്താത്തതുകൊണ്ട് എന്ത് പറ്റും, റൂട്ട്സ് പതുക്കെ ഡൈ ചെയ്യും. ആൻഡ് നമുക്കറിയാം റൂട്ട്സ് ഡൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ട്രാൻസ്പോർട്ട്, വാട്ടറിന്റെയും മിനറൽസിന്റെയും ട്രാൻസ്പോർട്ട് ഒക്കെ പതുക്കെ നിലച്ചു തുടങ്ങും. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ്ലി ആ പ്ലാന്റ് ഡെത്തിലേക്ക് നീങ്ങിപ്പോവാണ്. ഇനി 9th ക്വസ്റ്റ്യൻ എന്താണ്, വേരിയസ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ആർ നീഡഡ് ടു ഫുൾഫിൽ ദ മിനറൽ റിക്വയർമെന്റ്സ് ഓഫ് എ പ്ലാന്റ് ആൻഡ് വൈ ആർ ദേ നോട്ട് ഫുൾഫിൽഡ് ബൈ ഡിഫ്യൂഷൻ അലോൺ. എങ്ങനെയാണ്, വെറും ഡിഫ്യൂഷൻ കൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് നമ്മുടെ മിനറൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാത്തതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പ്ലാന്റ്സിന് മിനറൽ ന്യൂട്രിയൻസ് വേണം. ആൻഡ് മിനറൽ ന്യൂട്രിയൻസിന്റെ കൂടെ തന്നെ അവർക്ക് എന്തൊക്കെ കിട്ടണം, പൊട്ടാഷ്യം, സോഡിയം, അങ്ങനെയുള്ള എല്ലാ മിനറൽസും ചാർജ്ഡ് ആയിട്ടുള്ള അയൺസും എത്തണം. പക്ഷെ നമ്മുടെ ഈ സിമ്പിൾ ഡിഫ്യൂഷൻ മാത്രമാണെങ്കിൽ അവസ്ഥ എന്തായിരിക്കും, നമ്മുടെ ചാർജ്ഡ് അയൺസിന്റെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ എങ്ങനെയാണ്, ടു ദി സെൽ നമുക്ക് പ്രിവെന്റഡ് ആയിരിക്കും. അതായത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ചാർജ്ഡ് അയോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് നമുക്കറിയാം അറ്റ് എനി ഗിവൺ പോയിന്റ് പ്ലാന്റ്സിന്റെ സെൽസിന്റെ ഉള്ളില് മിനറൽസ് എപ്പോഴും കൂടുതലായിരിക്കും ദാൻ ദി ഔട്ട്സൈഡ്. അപ്പൊ എന്ത് പറ്റും, ആക്റ്റീവ് അപ്ടേക്ക് ഇല്ലാണ്ട് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് പോവാണ്ട് നമ്മുടെ സെല്ലിലേക്ക് മിനറൽ റിക്വയർമെന്റ്സ് എത്തില്ല. അപ്പൊ എന്ത് പറ്റും, ലോൺ ഡിഫ്യൂഷൻ മാത്രം ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മിനറൽ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഡിഫ്യൂഷൻ എന്താണ്, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, അതായത് ഡൗൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് നമ്മുടെ അൺചാർജ്ഡ് മോളിക്യൂൾസ് അക്രോസ് ദി ബയോളജിക്കൽ മെംബ്രെയിൻ ഈസിലി ഡിഫ്യൂസ് ആവും. ഇനി പ്ലാസ്മ മെംബ്രെയിൻ എങ്ങനെയാണ്, ബൈലെയർ ലിപ്പിഡ് മെംബ്രെയിൻ ആയതുകൊണ്ട് ലിപ്പിഡ് സോലബിൾ സബ്സ്റ്റൻസിനെ മാത്രമേ ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അക്രോസ് ദി പ്ലാസ്മ മെംബ്രെയിൻ. ഇനി അയോൺ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് നടക്കുന്നത്, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞ സോഡിയം അയൺ, ക്ലോറൈഡ്, പൊട്ടാഷ്യം, അങ്ങനെ ചാർജ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പോളാർ മോളിക്യൂൾസ്, അതായത് പൊളാരിറ്റി കാണിക്കുന്ന മോളിക്യൂൾസ് എങ്ങനെയാണ് നമ്മുടെ ലിപ്പിഡിന്റെ ബൈലെയർ ആസ് ഇറ്റ് ഇസ് ക്രോസ് ചെയ്യാൻ പറ്റില്ല, ഈസിലി ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസിന്റെ ആവശ്യം ഉണ്ട്. അല്ലാണ്ട് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ചാർജ്ഡ് മോളിക്യൂൾസ് ഒരിക്കലും അക്രോസ് ദി പ്ലാസ്മ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് നടക്കില്ല. ഇനി ഈ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് എന്ത് പറ്റുന്നു, നമ്മുടെ ഈ സ്പെസിഫിക് ചാർജ് ആയിട്ടുള്ള മോളിക്യൂൾസിന്റെയും അയൺസിനെയും അറ്റാച്ചിങ് സൈറ്റ് ഉണ്ട്. ആൻഡ് ഇതിനെ അറ്റാച്ച് ചെയ്യുന്നു ആൻഡ് ഉള്ളിലേക്ക് പതുക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പോ ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ലൈക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ യൂസിങ് കാരിയർ പ്രോട്ടീൻസ്, ചാനൽ പ്രോട്ടീൻസ്, ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് മിനറൽ റിക്വയർമെന്റ്സ് ഓഫ് പ്ലാന്റ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് ഈ ട്രാൻസ്പോർട്ട് ഒക്കെ കാണിച്ചിരിക്കുന്നത്. അതായത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് മിനറൽ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എടുത്ത് നോക്കിയാൽ സോഡിയം പൊട്ടാഷ്യം പമ്പ് ഉണ്ട് ടു പമ്പ് ഇൻ ചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് 2 പോയിന്റ് ആണ്. ഒന്നാമത്തെ കാര്യം എന്താണ്, നമ്മുടെ ഡിഫ്യൂഷനിൽ അൺചാർജ്ഡ് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ ആൻഡ് ഡൗൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അപ്പൊ പ്ലാസ്മ മെംബ്രെയിനിലേക്ക് കൂടി അയൺസ് അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യില്ല ബിക്കോസ് ഓഫ് ഇറ്റ്സ് ബൈലെയർ ഓഫ് ലിപ്പിഡിന്റെ ക്യാരക്ടർ. ഇനി നമ്മുടെ പ്ലാന്റിനുള്ളിൽ മിനറൽ ഔട്ട്സൈഡ്. അപ്പൊ എന്ത് പറ്റും, ആക്റ്റീവ് ആക്കുവാനും focusing on metabolic activity. സപ്ലൈ എന്ന് പറഞ്ഞാൽ അത് അതിന് മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ ഹാമ്പർ ചെയ്ത് അതിനൊരു കോംപ്രമൈസും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്കറിയാം എങ്ങനെ, നമുക്ക് ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് ഒരു മോഡ് ഉണ്ട് ബൈ വിച്ച് നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് നമുക്ക് ചെയ്യാം. നമുക്ക് ട്രാൻസ്പെറൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ റേറ്റ് ഓഫ് ട്രാൻസ്പെറേഷൻ നമുക്ക് എന്താ പറയാ മേജർ ലോസ്റ്റ് അപ്പോൾ നമ്മൾ പറയാൻ നമുക്ക് ലീഫ് സർഫസിലും
അവരെ അപ്ലൈ അവർ പ്രിവെന്റ്സ് ട്രാൻസ്പിറേഷൻ ഫ്രം ദിസ്. ഇനി വെച്ചാൽ അബ്സിസിക് ആസിഡ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് കോംപ്രമൈസ് ഒന്നും ആവുന്നില്ല. ആൻഡ് along with that നമ്മൾ അബ്സോർബ് ചെയ്തെടുത്ത വാട്ടർ വിത്തൗട്ട് മേജർ ലോസ് നമുക്ക് ഈസിലി യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. ചോദിച്ചത് അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് തേർഡ് പോയിന്റ് പഠിച്ചത് സർഫസ് ടെൻഷൻ ആയിരുന്നു. അപ്പൊ ഈ 3 പോയിന്റ്സിലും 2 കൊഹഷനും അഡിഷനും ഇല്ലായിരുന്നെങ്കിൽ അസെന്റ് ഓഫ് സാപ്പ് ഈസിലി നടക്കുമായിരുന്നു എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് പറയാൻ പറ്റും? നോ, ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. കാരണം എന്താ, നമുക്ക് അസെന്റ് ഓഫ് സാപ്പ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു മോളിക്യൂൾസിന്റെ ട്രാൻസ്പോർട്ട് നടക്കണമെങ്കിൽ നമുക്കറിയാം ഏറ്റവും യൂണിവേഴ്സൽ ആയിട്ടുള്ള സോൾവെന്റ് വാട്ടർ ആണ്. അപ്പൊ ഈ വാട്ടറിലാണ് എല്ലാം കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. വാട്ട് എവർ ഇസ് റിക്വയർഡ് ഫോർ ദി പ്ലാന്റ് സെൽ ടു സർവൈവ്. ഇനി ഈ വാട്ടർ കോളം എന്ന് പറയുന്നത് എന്താണ്? വെറും വാട്ടർ മാത്രമല്ല, അതിൽ മിനറൽസ് ഉണ്ട്, മേ ബി ഫുഡ് ഉണ്ടാവാം. അങ്ങനെ പ്ലാന്റ്സിന്റെ റിക്വയർമെന്റ് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇനി ടു മെയിൻറ്റെയിൻ ദിസ് കണ്ടിന്യൂസ് വാട്ടർ കോളം, അതായത് നമ്മളെ സൈലം വെസൽസിൽ അസെന്റ് ഓഫ് സാപ്പിന്റെ സമയത്ത് നടക്കുന്ന വാട്ടർ കോളത്തിന്റെ അസെന്റ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അതൊരു കണ്ടിന്യൂസ് വാട്ടർ കോളം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഏത് ഹെൽപ്പ് ചെയ്യുന്നത്? ദി അഡസീവ് ആൻഡ് കൊഹസീവ് ഫോഴ്സസ് ഓഫ് വാട്ടർ. അപ്പോ അതില്ലാണ്ട് എന്ത് പറ്റും? നമ്മുടെ സൈലം വെസൽസിൽ വാട്ടറിന്റെ ബ്രേക്കേജ് നടക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ വാട്ടർ കോളത്തിന് എന്താണ് സ്പേസസ് ഫോം ചെയ്ത് അതിൽ ഇറഗുലർ മൂവ്മെന്റ് നടക്കാം. അപ്പൊ അങ്ങനെ എന്താ പറ്റുക? ക്യാവിറ്റീസ് അല്ലെങ്കിൽ സ്പേസസ് ഇൻ വാട്ടർ കോളം നടത്തിയാൽ ആ വാട്ടർ കോളം കണ്ടിന്യൂസ് അല്ലാണ്ടാവും. അങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള വാട്ടർ കോളത്തിൽ, അതായത് കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് വാട്ടർ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ്? ട്രാൻസ്പിറേഷൻ ഫുൾ കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയിട്ട് മാറാം. അപ്പൊ എന്ത് പറ്റും? സെയിം തിങ്, നമ്മൾ ജ്യൂസ് സ്ട്രോട്ട് കുടിക്കുന്ന പോലെ തന്നെ നമ്മൾ ആ ജ്യൂസിലേക്ക് നമ്മൾ എയർ ബബിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഊതിയാലും നമ്മുടെ കണ്ടിന്യൂസ് വാട്ടർ കോളം അല്ലെങ്കിൽ കണ്ടിന്യൂസ് കോളം കിട്ടാണ്ട് വരുമ്പോൾ നമ്മുടെ സക്ഷനും എല്ലാം വേസ്റ്റ് ആയി പോകും. കാരണം എന്താ? വാട്ടർ അസെൻഡ് ചെയ്ത് നമ്മുടെ വായിലേക്ക് വരില്ല ത്രൂ ദി സ്ട്രോ. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? കൊഹഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ആൻഡ് അത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? സൈലം വെസൽസിൽ നമ്മുടെ വാട്ടർ മോളിക്യൂൾസിന് ഒരു കണ്ടിന്യൂസ് സ്ട്രീം ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി ഈ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ ട്രാൻസ്പിറേഷൻ ഫുൾ തിയറി സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നു വിത്തൗട്ട് എനി എയർ ഇൻ ബിറ്റ്വീൻ. ഇനി അഡീഷൻ എന്താണ്? ബിറ്റ്വീൻ 2 ഡിഫറെന്റ് മോളിക്യൂൾസ്, അതായത് നമ്മുടെ സൈലം വെസൽസിന്റെ സർഫസസ് വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ. ഇതുകൊണ്ട് എന്ത് പറ്റും? നമ്മുടെ സൈലം വെസൽസിന്റെ സർഫസിന്റെയും വാട്ടറിന്റെയും നടുക്ക് സ്പേസ് ഉണ്ടാവില്ല. അപ്പോ അഗെയിൻ ഈ ട്രാൻസ്പിറേഷൻ ഫുൾ തിയറി സക്സസ്ഫുള്ളി നടന്ന് മേലോട്ടേക്ക് നമ്മുടെ കോളം അസെൻഡ് ചെയ്യുന്നു. ഇനി അസെൻഡ് ഓഫ് സാപ്പ്, ഈ അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് സാപ്പ് ഇൻ സൈലം വെസൽസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് കൊഹസീവ് ആൻഡ് അഡസീവ് ഫോഴ്സസ് എന്ത് പറ്റും? വാട്ടർ കോളം ബ്രേക്ക് ആവും ആൻഡ് സ്റ്റോപ്പ് ദി അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് വാട്ടർ. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ ട്രാൻസ്പിറേഷൻ ഫുൾ എന്ത് പറ്റും? ഫെയിലിയറിലേക്ക് പോകും. ഇനി 12th ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കീപ് സം ഫ്രഷ്ലി കട്ട് ഫ്ലവേഴ്സ് ഇൻ എ സൊല്യൂഷൻ ഓഫ് ഫുഡ് കളർ. വെയിറ്റ് ഫോർ സം ടൈം ഫോർ ദ ഡൈ ടു റൈസ് ഇൻ ദ ഫ്ലവർ. When the stem of the flower is held up in light, colored strands can be seen inside. Can this experiment demonstrate up the stem എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ടർ കണ്ടക്ട് ചെയ്യുന്ന സൈലം. അപ്പൊ സൈലത്തിന്റെ നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തുകയാണ്. ആൻഡ് ഈ എക്സ്പെരിമെന്റ് എന്താണ് കാണിക്കുന്നത്? നമ്മുടെ സൈലമാണ് ദ ടിഷ്യൂ വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിങ് വാട്ടർ അപ്പ് ദി സ്റ്റെം. ഇത്രയും കാണിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഈ കളേർഡ് സ്ട്രാൻഡ്സിനെ നമ്മളിവിടെ ഒബ്സർവ് ചെയ്ത സാധനം എന്താണ്? നമ്മളോട് പറയുന്നു അതായത് ഫുഡ് കളർ കണ്ടക്റ്റഡ് ആയിട്ടുണ്ട് അപ്വേർഡ്സ് ത്രൂ ദി കണ്ടക്ടിങ് വെസൽ. ഇനി ഈ കണ്ടക്ടിങ് വെസൽ എന്താണ്? നമ്മുടെ സൈലം. അപ്പൊ എന്താ പറ്റുക? ഇതിന്റെ ആൻസർ എന്താണ്?
ഈ എക്സ്പെരിമെന്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് സൈലത്തിനെ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും വിച്ച് ടിഷ്യൂ ഇസ് റെസ്പോൺസിബിൾ എന്ന്. അപ്പോ ആ ടിഷ്യൂ വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ വാട്ട് എവർ സബ്സ്റ്റൻസസ് ഓഫ് ദി സ്റ്റെം ഇസ് സൈലം. അപ്പൊ സൈലം ഇസ് ദ വാട്ടർ കണ്ടക്ടിങ് ടിഷ്യൂ. ആൻഡ് ഇതുകൊണ്ടാണ് എന്ത് നമുക്ക് colored strands കണ്ടത് which indicate that food flowed upwards through the continuous water column in the stem. ഇനി ഈ കളേർഡ് സ്റ്റാൻസ് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആൻഡ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? നമ്മുടെ വാട്ടർ കണ്ടക്ടിങ് ടിഷ്യൂ സൈലമാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി 13th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് when a freshly collected Spirogyra filament is kept in a 10% potassium nitrate solution, it is observed that the protoplasm shrinks in size. Any, what is this phenomenon called? What will happen if the filament is replaced in distilled water? എന്താണ് ഈ നമ്മുടെ സെയിം തിങ് ആണ് പറയുന്നത്. എന്താണ് എക്സോസ്മോസിസും എൻഡോസ്മോസിസും ഒക്കെ നമ്മൾ ഏതിൽ പഠിച്ചതാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ബോത്ത് ഇൻ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്താണ് പറ്റുക ആൻഡ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്താണ് പറ്റുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൈപ്പർടോണിക് സൊല്യൂഷൻ, അതായത് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന 10% പൊട്ടാഷ്യം നൈട്രേറ്റ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് അറിയണം ഇറ്റ് ഇസ് എ ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഇനി ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആയതുകൊണ്ട് സൈറ്റോപ്ലാസ്റ്റിനോട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് സെല്ലിന്റെ ഉള്ളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പുറത്തത്തെ സൊല്യൂഷൻ ആണ് എന്ത് കൂടുതൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ലെസ് വാട്ടർ പൊട്ടൻഷ്യൽ. അപ്പൊ എന്ത് പറ്റും? അതായത് ലെസ് വാട്ടർ പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിലുള്ള സെല്ലിനാണ് നമുക്ക് മനസ്സിലായി. ഇനി അപ്പൊ എന്ത് പറ്റും? നമ്മുടെ സെൽ ഹൈപ്പർടോണിക് സൊല്യൂഷനിലേക്ക് ഇടുമ്പോൾ നമുക്ക് എന്താണ് ജനറലി കാണാൻ പറ്റുക? മൂവ്മെന്റ് ഓഫ് വാട്ടർ ഔട്ട് ഓഫ് ദി സെൽ. കാരണം എന്താ? അലോങ് ദി ഗ്രേഡിയന്റ് നമ്മുടെ വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഓസ്മോസിസ് നടക്കും വയാ ദി മെംബ്രെയിൻ. അപ്പൊ എന്ത് പറ്റും? ഹയർ പൊട്ടൻഷ്യലിലോട്ട് ലോവർ പൊട്ടൻഷ്യൽ വരെ ആ ഡിഫറൻസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വാട്ടർ മോളിക്യൂൾ മൂവ് ചെയ്യുന്നു. ആൻഡ് അപ്പൊ നമ്മുടെ സെല്ല് അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ത് പറ്റും? ഷ്രിങ്കേജ് കാണും. ആൻഡ് ഈ ഷ്രിങ്കേജ് പ്ലാസ്മോളിസിസ് നമ്മൾ വിളിച്ചു. അതിന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ്? ഇവിടെ വാട്ടർ മോളിക്യൂൾസ്, അതായത് പ്രോട്ടോപ്ലാസം ഷ്രിങ്ക് ചെയ്യാണ്. കാരണം എന്താ? അവർക്ക് വാട്ടർ മോളിക്യൂൾസ് നഷ്ടപ്പെട്ടു ടു ദി ഹൈപ്പർടോണിക് സൊല്യൂഷൻ വിച്ച് ഇസ് ഔട്ട്സൈഡ് ദി സെൽ. ഇനി ഇതേ സാധനം ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഇടുമ്പോൾ എന്ത് പറ്റും? ഡിസ്റ്റിൽഡ് വാട്ടർ ഒരു ഹൈപ്പോടോണിക് സൊല്യൂഷൻ ആണ്. അപ്പോൾ അഗെയിൻ ദ സെയിം തിങ്ങിന്റെ ഇപ്പൊ നടന്നതിന്റെ ഓപ്പോസിറ്റ് നടക്കും. അപ്പൊ എന്താ? ഹൈപ്പോടോണിക് സൊല്യൂഷൻ പുറത്ത് ഇഷ്ടം പോലെ വാട്ടർ മോളിക്യൂൾ ഉണ്ട്. അപ്പൊ പുറത്തുനിന്ന് സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ മോളിക്യൂൾ വരുന്നു. അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഡി പ്ലാസ്മോലൈസിസ്. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ആദ്യം ഷ്രിങ്ക് ചെയ്ത അവസ്ഥയിലായിരുന്നു. ഇനി പുറത്ത് ഹൈപ്പോടോണിക് സൊല്യൂഷൻ അഥവാ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സാധനം സറൗണ്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഉള്ളിലോട്ട് വാട്ടറിന്റെ മൂവ്മെന്റ് നടന്ന് നമ്മുടെ ഷ്രിങ്കേജ് നടന്ന സെൽ ഇപ്പൊ എന്തായി? നല്ല ടേർജ്ഡ് ആയി. ഇതിനെ നമ്മൾ ഡി പ്ലാസ്മോലൈസിസ് എന്ന് വിളിച്ചു. അപ്പൊ ആ രണ്ട് ക്വസ്റ്റ്യന്റെയും ആൻസർ എന്തായിരിക്കും? വാട്ട് ഇസ് ദിസ് ഫിനോമിനൻ കോൾഡ് എന്ന് ചോദിച്ചിരുന്നു. ആ ഫിനോമിന നമുക്ക് എന്ത് പറയാം? എക്സോസ്മോസിസ് എന്ന് പറയാം. ഇനി ഇഫ് ദ ഫിലമെന്റ് ഇസ് റീപ്ലേസ്ഡ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ എന്താണ് സംഭവിക്കുക? ദ പ്രോട്ടോപ്ലാസം ബിക്കംസ് ടേർജ്ഡ്. കാരണം എന്താ? ഷ്രങ്കൺ പ്രോട്ടോപ്ലാസം പതുക്കെ സ്വെല്ലപ്പ് ചെയ്ത് ഡീപ്ലാസ്മോലൈസ്ഡ് ആയി. എങ്ങനെ? ഫൈനലി ദ സെൽ ബിക്കംസ് ടേർജ്ഡ്. ഇത്രയാണ് 13th ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ. ഇനി 14th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഷുഗർ ക്രിസ്റ്റൽസ് ഡു നോട്ട് ഡിസോൾവ് ഈസിലി ഇൻ ഐസ് കോൾഡ് വാട്ടർ. എക്സ്പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം എന്താണ്? കുറച്ചും കൂടി ഹോട്ട്, അതായത് നമ്മളിപ്പോ ചായ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ ഹോട്ട് ആയിട്ടുള്ള ലിക്വിഡിലാണെങ്കിൽ കുറച്ചും കൂടെ ഈസിലി നമ്മുടെ ഷുഗർ ഡിസോൾവ് ആവും. ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് ഏതൊരു സൊല്യൂട്ട് എടുത്താൽ അത് ഈസിലി ഡിസോൾവ് ആവും. പക്ഷെ ടെമ്പറേച്ചർ കുറവ്, അതായത് കോൾഡ് വാട്ടറിൽ ഡിഫിക്കൾട്ട് ആണ് ടു ഡിസോൾവ്. കാരണം എന്താണ്? നമുക്കറിയാം വാട്ടർ ആദ്യം സൊല്യൂഷൻ എന്താണ്? when solution is formed when solute particles become smaller and are surrounded with solvent molecules. ഇനി ഹയർ ടെമ്പറേച്ചറിലാകുമ്പോൾ സൊല്യൂഷൻ ഗെറ്റ്സ് ഡിസോൾവ്ഡ് ഈസിലി. കാരണം എന്താണ്? നമ്മുടെ സറൗണ്ട് ചെയ്തിരിക്കുന്ന സോൾവെന്റിന് ഹയർ കൈനറ്റിക് എനർജി ഉണ്ടാവും കമ്പയർഡ് ടു ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഒരു സോളിഡ് ക്രിസ്റ്റൽ, ഫോർ എക്സാമ്പിൾ ഷുഗർ, എങ്ങനെയാണ് ഡിസോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് പറ്റും? സിൻസ് ദി നമ്പർ ഓഫ് സ്ട്രൈക്കിംഗ് വാട്ടർ മോളിക്യൂൾസ് ഇസ് ലെസ്, അതായത് വാട്ടർ ഐസ് കോൾഡ് ആകുമ്പോൾ നമ്മുടെ സോൾവെന്റ് മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി
കുറവായിരിക്കും. സോൾവെന്റ് മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കുറവായിരിക്കുമ്പോൾ ഒരു ക്രിസ്റ്റൽ ഓഫ് ഷുഗറിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന വാട്ടർ മോളിക്യൂൾസിന്റെ എണ്ണവും അതേപോലെ കുറവായിരിക്കും. അപ്പൊ എന്താണ്, അങ്ങനെ ഹിറ്റ് ചെയ്യുന്നത് കുറയുമ്പോൾ ഡിസൊല്യൂഷന്റെ റേറ്റും ഗ്രാജുവലി കുറഞ്ഞു വരും. അപ്പൊ എന്ത് പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈസിലി ഡിസോൾവ്ഡ് ആവുന്നു. കാരണം എന്താ, ഒരു സൊല്യൂട്ട് പാർട്ടിക്കിളിനെ ഹിറ്റ് ചെയ്യുന്ന സോൾവെന്റിന്റെ കൈനറ്റിക് എനർജിയിൽ ഇത് ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് ഹയർ ടെമ്പറേച്ചറിൽ ഹയർ കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പൊ ഒരു സൊല്യൂട്ട് പാർട്ടിക്കിളിൽ മോർ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് വിത്ത് ഹയർ കൈനറ്റിക് എനർജി ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിസൊല്യൂഷൻ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് നടക്കുന്നു. ഇനി ഐസ് വാട്ടർ എടുത്ത് നോക്കിയാൽ എന്ത് പറ്റും, ലോ ടെമ്പറേച്ചർ ആണ്. ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ നമ്മുടെ സോൾവെന്റിലും ലോ കൈനറ്റിക് എനർജി ആണ്. അപ്പൊ എന്ത് പറ്റും, അവർക്ക് കനോട്ട് മൂവ് ഫാസ്റ്റർ ടു സറൗണ്ട് ദി ഷുഗർ ക്രിസ്റ്റൽസ്. ഇനി സറൗണ്ട് ചെയ്ത് ഹിറ്റ് ചെയ്താലേ നമുക്ക് എന്ത് നടക്കുള്ളൂ, ഈസിലി ഡിഫ്യൂഷൻ അല്ല ഡിസൊല്യൂഷൻ നടക്കുള്ളൂ. എന്ത് മനസ്സിലായി, സോൾവെന്റിന്റെ കൈനറ്റിക് എനർജിയിൽ ഡിപ്പെൻഡന്റ് ആണ് നമ്മുടെ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്. ആൻഡ് ഈ കൈനറ്റിക് എനർജി ഈസ് ഫർദർ ഡിപ്പെൻഡന്റ് അപ്പോൺ ദി ടെമ്പറേച്ചർ ഓഫ് ദി സൊല്യൂഷൻ. ഇനി 15th question. Salt is applied to tennis lawns to kill weeds. How does salting tennis lawns help in killing weeds without affecting the grass എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, ഇവിടെയും സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറെ വേറെ രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോൾട്ട് സൊല്യൂഷനിൽ അതിന്റെ പ്രത്യേകത എന്താ, ഹൈപ്പർ ടോണിക് ആണ്. ഇനി ഹൈപ്പർ ടോണിക് ആകുമ്പോൾ അഗെയിൻ അതിന്റെ പ്രത്യേകത എന്താ, എക്സോസ്മോസിസ് കോസ് ചെയ്യുന്നു. ആൻഡ് ഇനി സോൾട്ട് സൊല്യൂഷൻ ഹൈപ്പർടോണിക് ആയതുകൊണ്ട് എക്സോസ്മോസിസ് നടക്കുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ പ്ലാസ്മോലൈസിസ് നടക്കുന്നു ഓഫ് ദി റൂട്ട് സെൽസ് ഓഫ് ദി വീഡ്. അപ്പൊ വീഡ് പതുക്കെ നശിച്ചു പോകുന്നു. ഇനി പറഞ്ഞിരിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് എ മിസ്കൺസെപ്ഷൻ ദാറ്റ് അപ്ലൈയിങ് സോൾട്ട് വിൽ ഓൺലി കിൽ വീഡ്സ് ആൻഡ് വിൽ നോട്ട് അഫക്ട് ദി ഗ്രാസ്. അപ്പോ നമ്മുടെ ഗാർഡനേഴ്സിന്റെ ഒക്കെ ഒരു പോപ്പുലർ പ്രാക്ടീസ് ആയിരുന്നു അപ്ലൈയിങ് സോൾട്ട് ടു വീഡ്സ് ഇൻ ഓർഡർ ടു കിൽ ഇറ്റ്. ഇനി ഒരു കോൺസെപ്ഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ രീതിയിൽ നോക്കിയാൽ ഇതേ സോൾട്ടിന് നമ്മുടെ പ്ലാന്റ് സെൽസിനെയും ഡാമേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ ടു ലിമിറ്റ് ദി ഡാമേജ് ടു യൂസ്ഫുൾ പ്ലാന്റ്സ് നമ്മൾ സോൾട്ടിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സൊല്യൂഷൻ ഇൻ വാട്ടർ. ആൻഡ് അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തും കൂടി ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ വീഡ്സിന് മാത്രമേ ഈ സോൾട്ട് സൊല്യൂഷൻ സ്പ്രിങ്കിൾ ചെയ്യുന്നുള്ളൂ. ആൻഡ് നമ്മുടെ പ്ലാന്റ് സെൽസിന് ഇത് സ്പ്രിങ്കിൾഡ് ആവരുതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ആൻഡ് സോ യൂസിങ് salt as a weedicide is not a full proof method of getting rid of weeds without damaging the useful plants. അപ്പൊ എന്താ പറയാൻ പറ്റുക, നമ്മൾ സോൾട്ട് സൊല്യൂഷൻ ഓൾറെഡി ഹൈപ്പർടോണിക് ആയതുകൊണ്ട് വീഡ്സിന്റെ സെൽസ് മാത്രമല്ല പ്ലാസ്മോലൈസിസിലേക്ക് ടെൻഡ് ചെയ്ത് നിൽക്കുന്നത്, ഓൾസോ നമ്മുടെ യൂസ്ഫുൾ പ്ലാന്റ്സിന്റെ സെൽസും കൂടി അഫക്റ്റഡ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ കാര്യം ചെയ്യാൻ പറ്റുന്നത് സോൾട്ട് സൊല്യൂഷൻ യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം ചെയ്യാൻ പറ്റുന്നത് സ്പ്രിങ്കിൾ the weeds only with the solution and not useful plants. ഇനി 16th question ചോദിച്ചിരിക്കുന്നത്, what is the chemical composition of xylem and phloem sap? ഇത് ഫാക്ട് ആണ്, അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ്, xylem സാപ്പില് എന്താണ്, വാട്ടർ ഉണ്ട്, മിനറൽസ് ഉണ്ട് നമുക്കറിയാം. ആൻഡ് അത് അലോങ് വിത്ത് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി ഡൈല്യൂട്ട് ഫോമിലാണ്. ആൻഡ് ഇറ്റ് ഇസ് മൈൽഡ്ലി അസിഡിക്. ഇനി ഫ്ലോയം സാപ്പിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, മെയിൻലി ഫ്ലോയം നമ്മുടെ സൂക്രോസിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, വാട്ടർ, അമിനോ ആസിഡ്സ്, ട്രേസസ് ഓഫ് മിനറൽസ് ഒക്കെ കാണാൻ പറ്റും. കാരണം എന്താ, നമ്മൾ ഓൾറെഡി വന്ന സൈലത്തിലും ഫ്ലോയത്തിലും ഒരു ചെറിയ ലെവൽ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് പ്ലാന്റ്സിന് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാ, ഫ്ലോയം സാപ്പിൽ നമുക്ക് ട്രേസസ് ഓഫ് മിനറൽസ് കാണാൻ പറ്റും. ദോ മോസ്റ്റ്ലി അവര് ഷുഗറും അമിനോ ആസിഡും വാട്ടർ ഒക്കെയാണ് അതിന്റെ ഫ്ലോയം സാപ്പിന്റെ കോമ്പോസിഷൻ. ഇനി 17th question. If you are provided with two tubes A and B where one is narrow and the other is relatively wider, and if both are immersed in a beaker containing water as shown in the figure given, why does B show higher water rise than A? അപ്പോ ബിന്റെ പ്രത്യേകത എന്താ, ബിന്റെ ലൂമൻ ചെറുതാണ്. ഇവിടെ പറഞ്ഞിട്ട് വേർ വൺ ഇസ് നാരോ ആൻഡ് അതർ ഇസ് റിലേറ്റീവ്ലി വൈഡർ.
അപ്പോ ഏതിന്റെ ലൂമൻ ചെറുതാണ്? നമ്മുടെ ബിന്റെ ലൂമൻ ആണ് ചെറുത്. അപ്പൊ എന്ത് പറ്റും? കാപ്പിലറി ആക്ഷൻ കുറച്ചും കൂടി കൂടുതൽ സ്മോളർ റേഡിയസിലായിരിക്കും, അഥവാ സ്മോളർ എന്തിലായിരിക്കും? സ്മോളർ ലൂമനിൽ ആയിരിക്കും. ആൻഡ് ഈ സ്മോളർ ലൂമൻ ആകുമ്പോൾ എങ്ങനെയാണ് വാട്ടർ റൈസ് നമുക്ക് കുറച്ചും കൂടി ഈസിലി കാണാൻ പറ്റും. അപ്പൊ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? കാപ്പിലറി ആക്ഷന്റെ ഫോർമുല പഠിച്ചിരുന്നു. ആൻഡ് നമ്മൾ ആ ഫോർമുല എങ്ങനെയാണ് പഠിച്ചത്? ഹൈറ്റ്, അതായത് നമ്മളൊരു എച്ച് ഹൈറ്റ് ഉള്ള ഒരു എച്ച് ആണ് നമ്മുടെ ലിക്വിഡിന്റെ അതായത് ഇതേപോലുള്ള ഒരു സർഫസിൽ ഒരു കാപ്പിലറി ആക്ഷൻ നോക്കാൻ നമ്മൾ നോക്കാണ്. ഇനി നമുക്ക് ഇത് ഇത്രയും വരെ വെള്ളം വാട്ടർ ഫിൽഡ് ആണെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വാട്ടർ റൈസ് കാണാൻ പറ്റും. ഇനി വാട്ടർ റൈസ് ഇത്രയാന്ന് വിചാരിക്കും. ഇമാജിൻ ഈ ഹൈറ്റ് നമ്മൾ എച്ച് എന്ന് എടുക്കുന്നു. ഈ ഹൈറ്റ് എച്ച് ഇസ് ദി എലവേഷൻ ഓഫ് ദ ലിക്വിഡ്. ഇനി നമുക്കറിയാം ഏതൊരു മോളിക്യൂൾ ആണെങ്കിലും അതിന്റെ സർഫസിൽ കുറച്ച് ടെൻഷൻ കാണിക്കും, വിച്ച് ഇസ് കോൾഡ് സർഫസ് ടെൻഷൻ, വിച്ച് ഇസ് സീൻ ഓൺ ദി സർഫസ്, അല്ലെങ്കിൽ എന്താ പറയാം, ഇന്റർഫേസ് ബിറ്റ്വീൻ ടു ഫേസസ്. അപ്പോ സർഫസ് ടെൻഷൻ ഇവിടെ ടി എന്ന് എടുക്കുകയാണെങ്കിൽ ആൻഡ് നമ്മുടെ ലിക്വിഡിന്റെ ഡെൻസിറ്റി, ഇതിൽ കാണുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ എന്ന് എടുക്കുകയാണെങ്കിൽ, ഇഫ് ജി ഇസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ആർ ഇസ് ദി റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബ്. നമ്മൾ ഈ എച്ച് എലവേഷൻ എങ്ങനെയാണ് ഫിസിക്സിൽ പഠിക്കുന്നത്? എച്ച് എലവേഷൻ ഈക്വൽസ് 2t ബൈ റോ ജി ആർ എന്നാണ്. ഇനി ഇത് അറ്റ് ആൻ ആംഗിൾ ആണെങ്കിൽ, അതായത് ആംഗിൾ ഓഫ് കോൺടാക്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബിറ്റ്വീൻ ദി ലിക്വിഡ് ആൻഡ് ദി കാപ്പിലറി ട്യൂബ്, ആ ആംഗിൾ നമുക്ക് ഇവിടെ 2t cos theta എന്ന് വന്നേനെ. ഇഫ് തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ നമ്മുടെ ആംഗിൾ ഓഫ് കോൺടാക്ട് ഓഫ് ദി ലിക്വിഡ് ആൻഡ് ദി കാപ്പിലറി ട്യൂബ്. അപ്പൊ നമ്മുടെ ആ ഫോർമുല എന്താണ് പഠിച്ചത്? 2t cos theta ബൈ റോ ജി ആർ. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ് പറ്റും? ഹൈറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റേഡിയസ്. അതായത് നമ്മുടെ ലൂമൻ എന്ന് പറയാം, അല്ലെങ്കിൽ റേഡിയസ് എന്നും പറയും. ഇനി നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്? ബിയിലാണ് സ്മോളർ ലൂമൻ. അപ്പൊ സ്മോളർ ലൂമൻ ആണെങ്കിൽ, അതായത് റേഡിയസ് കുറഞ്ഞാല് ഹൈറ്റ് അതിനനുസരിച്ച് കൂടും. അപ്പോ ഹൈറ്റ് ഓഫ് വാട്ടർ അപ്പോ വാട്ടർ റൈസ്, അതായത് ഹൈറ്റ് ഓഫ് വാട്ടർ ഇസ് ഹയർ ഇൻ ട്യൂബ് ബി ബിക്കോസ് ബിയിലാണ് നമ്മുടെ സ്മോളർ ലൂമൻ കണ്ടത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? കാപ്പിലറി എഫക്റ്റ്. എങ്ങനെയായിരിക്കും? ലൂമൻ കുറഞ്ഞതിൽ മോർ കാപ്പിലറി ആക്ഷൻ, അപ്പൊ മോർ റൈസ് ഇൻ വാട്ട് എവർ ലിക്വിഡ്. ഇനി 18th ക്വസ്റ്റ്യൻ. 18th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ അക്വാപോറിൻസ്? ഹൗ ഡസ് പ്രസൻസ് ഓഫ് അക്വാപോറിൻസ് അഫക്ട് ഓസ്മോസിസ്? എന്താണ് അക്വാപോറിൻ? അതറിയണം. എന്താണ്? ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ആണ്, അതായത് പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്ന പ്രോട്ടീൻസ് ആണ്. ആൻഡ് ഈ പ്രോട്ടീൻസ് നമ്മുടെ മെംബ്രെയിനിൽ ചാനൽ ഫോം ചെയ്യുന്നു. ആൻഡ് ഈ ചാനൽ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ വാട്ടർ മോളിക്യൂൾസിന്റെ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നു ബിറ്റ്വീൻ ദി സെൽസ്. ഇനി മോർ ദി നമ്പർ ഓഫ് അക്വാപോറിൻസ്, അതായത് നമ്മുടെ സെല്ലില് അക്വാപോറിൻസിന്റെ ലെവൽ കൂടുതലാണെങ്കിൽ ഇൻ ദി മെംബ്രെയിൻ, അതിനനുസരിച്ച് നമ്മുടെ റേറ്റ് ഓഫ് ഓസ്മോസിസും കൂടുതലായിരിക്കും. അപ്പോ അക്വാപോറിൻസ് ട്രാൻസ് മെംബ്രെയിൻ ചാനൽ പ്രോട്ടീൻ ആണ്, വിച്ച് ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ടിംഗ് വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് ഫ്ലോ ഓഫ് വാട്ടർ. ഇനി ഏതാണ് ഇതിൽ നടക്കുന്ന പ്രോസസ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇനി അക്വാപോറിൻസും ഓസ്മോസും തമ്മിലുള്ള ബന്ധം എന്താണ്? നമുക്കറിയാം വാട്ടർ പോളാർ മോളിക്യൂൾ ആണ്. അപ്പോ നമ്മുടെ ഹൈഡ്രോഫോബിക് ലിപ്പിഡ് ബൈലെയറിലേക്ക് കൂടി പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മുടെ വാട്ടറിന്റെ മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? ഈ ട്രാൻസ് മെംബ്രെയിൻ ചാനൽസ് വിച്ച് ഇസ് അക്വാപോറിൻസ് ഹെൽപ്പ് ചെയ്യും. ഇനി റേറ്റ് ഓഫ് ഓസ്മോസിസ് ഇൻക്രീസ്ഡ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് അക്വാപോറിൻസ്. ആൻഡ് അയൺസ് ആൻഡ് അതർ മോളിക്യൂൾസ് എങ്ങനെയാണ് നമുക്ക് അക്വാപോറിൻസിനുള്ളിൽ കൂടി ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആർ നോട്ട് അലൗഡ്, അതായത് അലൗഡ് അല്ല. കാരണം എന്താണ്? ഇവിടെ നടക്കുന്ന പ്രോസസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇതിലേക്ക് കൂടി ചാർജ്ഡ് പാർട്ടിക്കിൾസ് നമുക്ക് അയൺസോ ബാക്കിയുള്ള മോളിക്യൂൾസോ നമുക്ക് അലൗ ചെയ്യുന്നതല്ല. ഈ പേര് കേട്ടാൽ തന്നെ അറിയാം, അക്വ ഫോർ വാട്ടർ. അപ്പൊ വാട്ടറിന് മാത്രമല്ല ട്രാൻസ് മെംബ്രെയിൻ ചാനലിന് അക്വാപോറിൻസിനെ ഓർത്ത് വെച്ചോളാം. ഇനി 19th ക്വസ്റ്റ്യൻ. Abscisic acid is called a stress hormone. How does this hormone overcome stress conditions and from where does this hormone get released in leaves? Abscisic acid നെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പ്ലാന്റ് ഗ്രോത്തിന് പഠിക്കും. ഇനി റോൾ ഓഫ് abscisic acid എന്താണ്? ഇമ്പോർട്ടന്റ് ആണ് സ്ട്രെസ് കണ്ടീഷൻസിൽ.
അതായത് ചില കണ്ടീഷൻസിന്, അതായത് സ്ട്രെസ്, വാട്ടറിന് സ്ട്രെസ് എപ്പോഴാണ് വരിക? അതിന്റെ ഫങ്ഷനിങ് മര്യാദക്ക് നടക്കാണ്ടിരിക്കുമ്പോ, ലൈക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ വാട്ടർ സ്കേർസിറ്റി വന്നെന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ ഗാർഡ് സെൽസിന്റെ ടേർജിഡിറ്റി എല്ലാം നഷ്ടപ്പെടും. അപ്പൊ ടേർജിഡിറ്റി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സ്റ്റൊമേറ്റ് എന്ത് പറ്റും? അതൊക്കെ ക്ലോസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെയുള്ളത് കൊണ്ട് ഗുണം എന്താണ്? സ്കേർസിറ്റി ഓഫ് വാട്ടറിൽ ഓൾറെഡി നമ്മുടെ ഗാർഡ് സെൽസ് പതുക്കെ ടേർജിഡിറ്റി നഷ്ടപ്പെട്ട് ചുരുങ്ങി വന്ന് ആൻഡ് സ്റ്റൊമേറ്റ ക്ലോസ്ഡ് ആവാണ്. അപ്പൊ നമ്മുടെ സ്റ്റൊമേറ്റ കംപ്ലീറ്റ്ലി ക്ലോഷറിലേക്ക് നീങ്ങാണ്. അപ്പോ എന്ത് പറ്റും? ഫർദർ വാട്ടർ ലോസ് ത്രൂ ട്രാൻസ്പിരേഷൻ നമുക്കിവിടെ എന്താവും? പ്രിവെന്റഡ് ആയിരിക്കും. ഇനി ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ആബ്സിസിക് ആസിഡ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഫ്രം വേർ ഡസ് ദിസ് ഹോർമോൺ ഗെറ്റ് റിലീസ്ഡ് ഇൻ ലീവ്സ്? ഏതിലാണ്? ആബ്സിസിക് ആസിഡ് സിന്തസൈസ്ഡ് ഇൻ ഇവിടെ ക്ലോറോപ്ലാസ്റ്റിലാണ് ആൻഡ് റിലീസ്ഡ് ഇൻ ദ ലീവ്സ് ത്രൂ മീസോഫിൽ സെൽസ്. ഈ 2 പോയിന്റും അറിഞ്ഞിരിക്കുക. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളാം. ആബ്സിസിക് ആസിഡ് സിന്തസൈസ് ചെയ്യുന്ന ക്ലോറോപ്ലാസ്റ്റിലും റിലീസ്ഡ് ഇൻ ദ ലീവ്സ് ത്രൂ ഏത് ടൈപ്പ് ഓഫ് സെൽസ്? മീസോഫിൽ സെൽസ്. ആൻഡ് ഓൾസോ ആബ്സിസിക് ആസിഡിനെയാണ് സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. അതിന്റെ റീസണും അറിഞ്ഞിരിക്കും. ഇനി 20th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന, വി നോ ദാറ്റ് പ്ലാന്റ്സ് ആർ ഹാംഡ് ബൈ എക്സസ് വാട്ടർ ബട്ട് പ്ലാന്റ്സ് സർവൈവ് അണ്ടർ ഫ്ലഡഡ് കണ്ടീഷൻ. ഇനി അവരെങ്ങനെയാണ് അത്തരം എക്സസ് വാട്ടറിന്റെ കണ്ടീഷൻ മാനേജ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഫ്ലഡഡ് കണ്ടീഷനിൽ പ്രത്യേകത എന്തായിരിക്കും? സോയിലിലെ എയറേഷൻ, അതായത് സോയിലിന് നമുക്കറിയാം കുറച്ച് പോറോസിറ്റി ആവശ്യമാണ്. ആൻഡ് ഈ പോറോസിറ്റി ആണ് എയറേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇനി ഫ്ലഡഡ് കണ്ടീഷനിൽ വാട്ടർ എക്സസ് ആയതുകൊണ്ട് നമ്മുടെ എയറേഷൻ അതേപോലെ കുറവായിരിക്കും. ആൻഡ് പ്ലാന്റ് റൂട്ട്സിന് എങ്ങനെയാണ്? എയറേഷൻ കുറവായതുകൊണ്ട് ദേ ആർ ഡിപ്രൈവ്ഡ് ഓഫ് ഓക്സിജൻ. ഇനി ഈ ഡിപ്രൈവിറ്റി, അതായത് ഇവര് ഡിപ്രൈവ്ഡ് ആയതുകൊണ്ട് അവരെങ്ങനെയാണ്? പ്ലാന്റ് പതുക്കെ അനേറോബിക് കണ്ടീഷനിലേക്ക് സർവൈവലിന് വേണ്ടി നീങ്ങാൻ തുടങ്ങും. ഇനി ബട്ട് ദ പ്ലാന്റ് വിൽ ബി അണേബിൾ ടു സർവൈവ്. കാരണം എന്താ? അനേറോബിക് കണ്ടീഷനിൽ ജസ്റ്റ് കുറച്ചു നേരം സർവൈവ് ചെയ്യാന്നല്ലാണ്ട് അതിന് കൂടുതൽ അഫക്റ്റഡ് ആയിരിക്കും. അപ്പൊ എന്ത് പറ്റും? ലോങ് ടൈമിൽ അങ്ങനത്തെ കണ്ടീഷൻ വെച്ചാൽ ഇറ്റ് വിൽ ലീഡ് ടു ദി ഡെത്ത് ഓഫ് പ്ലാന്റ്. പക്ഷെ ഷോർട്ട് ടേമിലേക്കാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഫ്ലഡ് മാറുന്നത് വരെ പ്ലാന്റ്സിന് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി 21st ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിഫ്യൂഷൻ ആൻഡ് ട്രാൻസ്ലൊക്കേഷൻ ഇൻ പ്ലാന്റ്സ്. അപ്പൊ ഡിഫ്യൂഷൻ എന്താണ്? നമുക്കറിയാം, ഡൗൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, നമ്മുടെ സബ്സ്റ്റൻസസ് ഏത് സബ്സ്റ്റൻസ് ആയാലും അത് മൂവ് ചെയ്യുന്നത്, ആ മൂവ്മെന്റിനെ നമ്മൾ ഡിഫ്യൂഷൻ എന്ന് കണ്ടു. ഇനി ട്രാൻസ്ലൊക്കേഷൻ എന്താണ്? നമ്മുടെ പ്ലാന്റ് ചാനൽസിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് നടക്കാന് ഇൻ സൊല്യൂഷൻ, അതായത് ബൾക്ക് ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ്, അതും ഇൻ സൊല്യൂഷൻ ഇൻസൈഡ് പ്ലാന്റ് ചാനൽസിനാണ് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ കീ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഡൗൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഫോർ ഡിഫ്യൂഷൻ ഓവർ ഷോർട്ട് ഡിസ്റ്റൻസസ്. ഇനി ട്രാൻസ്ലൊക്കേഷൻ ഒരു ബൾക്ക് മൂവ്മെന്റ് ആണ്. എങ്ങനെ? സൈലം അല്ലെങ്കിൽ ഫ്ലോയത്തില് ഓവർ ലോങ് ഡിസ്റ്റൻസസ്. ഇതാണ് അതിന്റെ മെയിൻ ഡിഫറൻസസ്. ഇനി ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഫ്യൂഷൻ എവിടെയാണ് നടക്കുന്നത്? അക്രോസ് ദി മെംബ്രെയിൻസ്. അതേപോലെ ട്രാൻസ്ലൊക്കേഷൻ എങ്ങനെയാണ്? ഇൻസൈഡ് കണ്ടക്ടിങ് ടിഷ്യൂസ്. ഇനി ക്വാണ്ടിറ്റി വൈസ് നമ്മൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഡിഫ്യൂഷൻ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് ആണ്, അതും ചെറിയ ചെറിയ മോളിക്യൂൾസ്. പക്ഷെ ട്രാൻസ്ലൊക്കേഷൻ ബൾക്ക് മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസസ് ആണ്. ഇനി ഡിസ്റ്റൻസ് നമുക്കറിയാം, ഡിഫ്യൂഷൻ സ്മോൾ ഡിസ്റ്റൻസ് ആണ്, ട്രാൻസ്ലൊക്കേഷൻ ലോങ് ഡിസ്റ്റൻസ് ആണ്. ഇനി സബ്സ്റ്റൻസ് എന്തൊക്കെയാണ്? ഡിഫ്യൂഷനിൽ മെയിൻലി വാട്ടറും ഗ്യാസും ആണ് ട്രാൻസ്ലൊക്കേറ്റഡ് ആവുന്നത്. പക്ഷെ വാട്ടറും ഗ്യാസും ആണ് ട്രാൻസ്പോർട്ടഡ് ആവുന്നത്. പക്ഷെ ട്രാൻസ്ലൊക്കേഷനിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് മെയിൻലി ട്രാൻസ്പോർട്ടഡ് ആവുന്നത്. ഇനി ഡിഫ്യൂഷനിൽ ട്രാൻസ്പോർട്ട് ഒരു പാസീവ് ട്രാൻസ്പോർട്ട് ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് ഹാപ്പനിങ് ഡൗൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. പക്ഷെ ട്രാൻസ്ലൊക്കേഷനിൽ എങ്ങനെയാണ്? ദ പ്രോസസ് ബോത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ്. അപ്പോ ഇതിന്റെ ഡിഫറൻസസ് ടാബുലാർ ഫോമിൽ പറയാൻ വന്നാൽ ഇങ്ങനെ വരച്ചോളൂ. പാരാമീറ്റേഴ്സ് നമ്മൾ ഓരോന്ന് കണ്ടിരുന്നു. എങ്ങനെ? ഡെഫിനിഷൻ ആദ്യം കണ്ടു, പിന്നെ ലൊക്കേഷൻ അക്രോസ് മെംബ്രെയിൻസ് ആൻഡ് ഇൻസൈഡ് കണ്ടക്ടിങ് ടിഷ്യൂസ്, ഡിസ്റ്റൻസ് സ്മോൾ ലാർജ്. ഇനി ക്വാണ്ടിറ്റി, ബൾക്ക് മൂവ്മെന്റ് ഇല്ല ഇൻ ഡിഫ്യൂഷൻ, പക്ഷെ ബൾക്ക് മൂവ്മെന്റ് കാണാം ഇൻ ട്രാൻസ്ലൊക്കേഷൻ. ഇനി സബ്സ്റ്റൻസസ് ട്രാൻസ്പോർട്ടഡ് ഗ്യാസസും വാട്ടറും ആണ്, മറ്റടുത്ത് ഓർഗാനിക് കമ്പൗണ്ട്സ് ആണ്. ഇനി ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് ഡിഫ്യൂഷനിൽ പാസീവ് ആണ്, മറ്റടുത്ത് ബോത്ത് പാസീവ് ആൻഡ് ആക്റ്റീവ്.
ഇത്രയും ഡിഫറൻസസ് അറിഞ്ഞിരിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ ഇസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഡിഫറെന്റ് ഫ്രം നമ്മുടെ നോർമൽ ഡിഫ്യൂഷൻ. അതും നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഫ്യൂഷൻ എങ്ങനെയാണ് അക്രോസ് പ്ലാസ്മ മെംബ്രെയിൻ ഡൗൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. പക്ഷെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എങ്ങനെയാണ് ബാക്കിയൊക്കെ സെയിം ആണ്, അതായത് അക്രോസ് ദി പ്ലാസ്മ മെംബ്രെയിൻ ആണ് ആൻഡ് ഡൗൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. ആകെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റഡ്, ആ ഫെസിലിറ്റേറ്റഡ് ടേം ആണ് ഇവിടെ എക്സ്ട്രാ വന്നിരിക്കുന്നത്. അതിനെ സൂചിപ്പിക്കാനായിട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആഡ് ചെയ്തോളാം. ഇനി കോമ്പണൻസ് എന്താണ്? കോമ്പണൻസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻസിന് കാരിയർ പ്രോട്ടീൻസ് കാണാം, ചാനൽ പ്രോട്ടീൻസ് കാണാം ആൻഡ് ഗേറ്റഡ് ചാനൽ പ്രോട്ടീൻസ് കാണാൻ പറ്റും. ഇനി ഇതൊക്കെ എന്താണ്? ഇന്റഗ്രൽ പ്രോട്ടീൻസ് ആണ് ഇൻ ദി മെംബ്രെയിൻ. പക്ഷെ ഡിഫ്യൂഷൻ എങ്ങനെയാണ്? ഇന്റഗ്രൽ പ്രോട്ടീൻസ് പ്ലേ നോ പാർട്ട് ഇൻ ദി മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസസ്. പ്രോട്ടീൻസിന്റെ ആവശ്യമില്ല, കാരണം ഇവിടെ ഫെസിലിറ്റേറ്റഡ് അല്ലാത്തതുകൊണ്ട്. അപ്പോ ആ പോയിന്റ് ഡിഫറൻസും കൂടി എഴുതിക്കോളാം. ഇനി 23rd ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഫ്ലോഎം. അപ്പോ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് അത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ്. അപ്പൊ ക്വസ്റ്റ്യന് മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് ആയാലും പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് ആയാലും വൺ ആൻഡ് സെയിം തിങ് ആണ് അറിഞ്ഞിരിക്കുക. ആൻഡ് ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവണമെന്നില്ല, ജസ്റ്റ് എക്സ്പ്ലെയിൻ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് എന്ന് മാത്രം നിങ്ങൾ അറിയണം. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദി മൂവ്മെന്റ് ഓഫ് സാപ്പ് ത്രൂ ഫ്ലോഎം. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, അത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത് ഹൈപ്പോത്തസൈസ് ചെയ്തത് ആരാണ്? ഏർണസ്റ്റ് മഞ്ച് ഇൻ 1930. ഇയാളുടെ ഹൈപ്പോത്തസിസ്, ഇയാളാണ് ഇത് പ്രൊപ്പോസ് ചെയ്തത്. ഇനി അതിന്റെ ഫോളോയിങ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ്? നമുക്കറിയാം സോഴ്സിൽ, അതായത് സോഴ്സസ് വേർ ദ ഫുഡ് ഇസ് മെയ്ഡ്, അതായത് സൂക്രോസ് ഉണ്ടാവുന്ന സ്ഥലത്ത് എങ്ങനെയാണ് വെരി വെരി ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ? അവിടെയാണ് ഫുഡ് പ്രിപ്പറേഷൻ നടക്കുന്നത്. അപ്പൊ പ്രിപ്പയർ ചെയ്തെടുക്കും ഓബ്വിയസ്ലി സോഴ്സിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ നമുക്ക് കാണാൻ പറ്റും. അപ്പോ എന്ത് പറ്റും? ഈ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ചെറിയൊരു ഡിഫ്യൂഷൻ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഡിഫ്യൂഷൻ ഗ്രേഡിയന്റ് ഉണ്ടാവാണ്. അപ്പോ ഡിഫ്യൂഷൻ ഗ്രേഡിയന്റ് ഉണ്ടാവാന്ന് പറഞ്ഞു. ഇനി ഏതും തമ്മിലാണ് ഡിഫ്യൂഷൻ ഗ്രേഡിയന്റ് ഉണ്ടാവുക? ബിറ്റ്വീൻ ദി സോഴ്സ് ആൻഡ് ദി സിങ്ക്. ഫുഡ് പ്രിപ്പയർ ചെയ്തെടുത്തേക്കും ഫുഡ് എങ്ങോട്ടാണോ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് അവിടത്തേക്കും നമുക്കൊരു ചെറിയൊരു ഡിഫ്യൂഷൻ ഗ്രേഡിയന്റ് കാണുകയാണ്, അതായത് കോൺസെൻട്രേഷൻ ഡിഫറൻസസ് കാണുകയാണ്. അപ്പൊ എന്ത് പറ്റും? ഈ പ്രോസസ്സ് പതുക്കെ എന്ത് ഡ്രോ ചെയ്യുന്നു? നമ്മുടെ സെൽസ്, അതായത് ഷുഗർ ഹൈ കോൺസെൻട്രേഷൻ ഉണ്ടാവുന്ന സെൽസിലേക്ക് ഡ്രോ വാട്ടർ, അതായത് വാട്ടർ പതുക്കെ ഡ്രോ ചെയ്യുന്നു ആൻഡ് വാട്ടറിനെ അട്രാക്ട് ചെയ്ത് ആ സെൽസിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ദിസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഡ്രോയിങ് വാട്ടർ ഇൻ ടു ദി സെൽസ്. ഇനി വാട്ടർ എവിടെ നിന്നായിരിക്കും ഡ്രോ ചെയ്യാൻ പറ്റുക? ഏറ്റവും ഈസിയസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽ വാട്ടർ കിട്ടുന്നത് എവിടെയായിരിക്കും? ഫ്രം ദി സൈലം, ഫ്രം ദി നെയ്ബറിംഗ് സൈലം നിന്ന്. കാരണം ഏറ്റവും അടുത്തുള്ള കോണ്ടാക്റ്റിലുള്ള ആളെടുത്ത് വാട്ടർ സ്വീകരിക്കുന്നു. ഇനി വാട്ടറും കൂടി ഡ്രോ ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് കുറച്ചും കൂടി ഒരു ടർജിഡിറ്റി ക്രിയേറ്റഡ് ആവാണ്. അപ്പൊ ഒരു ടർഗർ പ്രഷർ ഇസ് ക്രിയേറ്റഡ്. ഇനി ടർഗർ പ്രഷർ ക്രിയേറ്റ് ചെയ്താൽ പിന്നെ ബൈ ഡിറക്ഷണൽ മൂവ്മെന്റ് നടന്നോളൂ ഓഫ് നമ്മുടെ സൂക്രോസിന്റെ. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ഏത്? മഞ്ച് പ്രൊപ്പോസ് ചെയ്ത പ്രഷർ ഫ്ലോ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ മാസ് ഫ്ലോ ഹൈപ്പോത്തിസിസ്. ഇനി അതിന്റെ സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാണാം? ഫസ്റ്റ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട് ഓഫ് സൂക്രോസ് ഫ്രം സോഴ്സ് ടു ദി കമ്പാനിയൻ സെൽസ്. ഫ്ലോയത്തിലെ കമ്പാനിയൻ സെൽസിലേക്ക് ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ടഡ് ആവുന്നു. പിന്നെ ഫ്ലോയം ലോഡിംഗ് നടക്കുന്നു. ഇത് കഴിഞ്ഞ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം സൈലം ടു സീവ് ട്യൂബ്സ് നടക്കുന്നു. ആൻഡ് പതുക്കെ സീവ് ട്യൂബ്സിന്റെ ഉള്ളിൽ ട്രാൻസ്പോർട്ട് നടന്ന് ഫൈനലി ഫ്ലോയം ഇസ് അൺലോഡഡ്, അതായത് അൺലോഡിംഗ് നടക്കുന്നു. സിങ്കിലേക്ക് ഫുഡിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നു. ഇനി ഫസ്റ്റ് പ്രോസസ് നോക്കുകയാണെങ്കിൽ സോഴ്സ് ടു കമ്പാനിയൻ സെൽസ്, അതായത് നമ്മുടെ ലീഫില് സോഴ്സിൽ എന്തുണ്ട്? സൂക്രോസ് ഉണ്ട്. ആൻഡ് സൂക്രോസ് പതുക്കെ എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നു? കമ്പാനിയൻ സെൽസിലേക്ക് എൻ്റർ ചെയ്യുന്നു. വയാതി നമ്മുടെ ബിറ്റ്വീൻ ദി സെൽസ് ചില കണക്ഷൻസ് ഉണ്ട്. അതിന് നമ്മൾ പ്ലാസ്മോഡെസ്മേറ്റ് ആണ് വിളിച്ചിട്ടുണ്ട്. ഈ പ്ലാസ്മോഡെസ്മേറ്റ് വഴി നമ്മുടെ കമ്പാനിയൻ സെൽസിലേക്ക് സോഴ്സിൽ നിന്ന് സൂക്രോസിസ് ട്രാൻസ്ലൊക്കേറ്റഡ്.
ഇനി അതെങ്ങനെയാണ് ഡൗൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് നടക്കുന്നത്. കാരണം എന്താ, സോഴ്സിൽ ഒബ്വിയസ്ലി കൂടുതലാണ് കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ. ഇനി ഇത് കഴിയുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ സൂക്രോസ് കമ്പാനിയൻ സെൽസ് നിന്ന് എങ്ങോട്ടേക്ക് പോകും, സീഫ് ട്യൂബിലേക്ക് പോകും. ഇനി സീഫ് ട്യൂബിലേക്ക് എത്തുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഫ്ലോയം ലോഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് നടക്കുന്നത്, ഇത് ഡൗൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അല്ല, ത്രൂ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അഗെയിൻസ്റ്റ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അപ്പൊ ഓരോ പ്രോസസ്സിൽ നടക്കുമ്പോഴും ഓരോ സ്റ്റെപ്സ് പഠിക്കുമ്പോഴും നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് എവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത് ആൻഡ് അക്രോസ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്, ആക്റ്റീവ്ലി ആണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഫ്ലോയം ലോഡിംഗ് നടക്കുന്നത് സീഫ് ട്യൂബിലേക്ക് എത്തുമ്പോഴാണ് സൂക്രോസ്. ഇനി ഇത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് നടന്നത്. ഇനി ഇത് കഴിയുമ്പോൾ എന്ത് വരും, സീഫ് ട്യൂബിൽ ഓൾറെഡി സൂക്രോസ് എത്തി ആൻഡ് എന്ത് സംഭവിക്കാണ്, വാട്ടർ പൊട്ടൻഷ്യൽ ഡിക്രീസ്ഡ് ആയതുകൊണ്ട് ഇൻസൈഡ് ദി സീഫ് ട്യൂബ് അവർ പതുക്കെ വാട്ടറിനെ ഡ്രോ ചെയ്യുന്നു ഫ്രം ദി നെയ്ബറിംഗ് സൈലം. ഇനി വാട്ടർ ഇസ് entering the sieve tube through osmosis. Osmosis again എങ്ങനെയാണ് down the concentration gradient, movement of water നെ explain ചെയ്യുന്നു. ഇനി എന്ത് പറ്റുന്നു, ട്രാൻസ്പോർട്ട് ഇൻ സീഫ് ട്യൂബ് പ്രഷർ ഫ്ലോ. ഇതെങ്ങനെയാണ്, നമ്മുടെ സീഫ് ട്യൂബില് എന്ത് വാട്ടറിന്റെ പ്രസൻസ് കാരണം അവിടെ ടർഗർ പ്രഷർ ഇസ് ഇൻക്രീസിങ്. അപ്പോ എന്ത് പറ്റും, ഈ പ്രഷറിന്റെ ഫ്ലോ ഇനി നടന്നാല് നമ്മുടെ അസെന്റ് ഓഫ് സാപ്പ് നമുക്ക് കാണാൻ പറ്റും. അതായത് സാപ്പിന്റെ മൂവ്മെന്റ് ത്രൂ ദി ഫ്ലോയം സീഫ് പ്ലേറ്റ്സ് ടുവേർഡ്സ് ദി സിങ്ക്. ഇനി ഫൈനലി എന്ത് നടക്കും, ഫ്ലോയം അൺലോഡിങ്. അതായത് ഫ്രം ദി ഫ്ലോയം സീഫ് ട്യൂബ് ഇങ്ങനെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി സ്റ്റോറേജ് ഓർഗൻസ്, അതായത് റൂട്ട്സോ അല്ലെങ്കിൽ മെറ്റബോളൈസിങ് ഓർഗൻസിലേക്കോ വിച്ച് ആർ ദി പെർട്ടിക്കുലർ സിങ്ക്, അങ്ങോട്ടേക്ക് മൂവ്മെന്റ് നടക്കാണ് സൂക്രോസിന്. ഇതാണ് നമ്മൾ ഫ്ലോയം അൺലോഡിങ് എന്ന് പറയുന്നത്. അപ്പോ ആസ് സുക്രോസ് ഹസ് ബീൻ അൺലോഡഡ്, ദി വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് സീഫ് ട്യൂബ് അഗെയിൻ എങ്ങനെയാവും, ഇൻക്രീസ്ഡ് ആവും കമ്പയർ ടു ദി നിയർ ബൈ സൈലം വെസൽസ്. അപ്പൊ എന്ത് പറ്റും, അതിന്റെ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഒക്കെ ഓൾറെഡി മൂവ് ഔട്ട് ചെയ്തു, ഇനി ജസ്റ്റ് വാട്ടർ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവരെന്ത് പറ്റും, ഓൾറെഡി സൈലത്തിൽ നിന്ന് വാട്ടർ ഡ്രോ ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ എവിടെയാണ് വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതൽ, സീഫ് ട്യൂബ്സിലാണ് വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ളപ്പോ അഗെയിൻ ഡൗൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആയതുകൊണ്ട് വാട്ടർ ഫ്രം സീഫ് ട്യൂബ് നൗ പാസിവ്ലി എന്റേഴ്സ് ദി സൈലം വെസൽ. അപ്പൊ ഇത്രയാണ് അതിന്റെ മെയിൻ പ്രോസസ് ഓഫ് മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ്. അപ്പൊ ഈ സ്റ്റെപ്സ് അറിഞ്ഞിരിക്കുക, ഓരോരുത്തും എന്ത് ആക്റ്റീവ് ആണോ പാസീവ് ആണോ ട്രാൻസ്പോർട്ട് എന്നും അറിഞ്ഞിരിക്കുക. ഇനി 24th ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഡയഗ്രാം ആൻഡ് ആൻസർ ദി ഫോളോയിങ്. ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ആർ ദീസ് ടൈപ്സ് ഓഫ് ഗാർഡ് സെൽസ് ഫൗണ്ട് ഇൻ മോണോകോട്സ് ഓർ ഡൈകോട്സ്? എങ്ങനെയാണ്, നമുക്കറിയാം ഇവിടെ ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള ഗാർഡ് സെൽസ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്, ബീൻ ഷേപ്ഡ് ആണ്. ബീൻ ഷേപ്ഡ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡൈകോട്സിലാണ് ഗാർഡ് സെൽസ് ബീൻ ഷേപ്ഡ്. എന്താ ഇത് ഡൈകോട്സിലാണ് കാണാൻ നമുക്ക് പറയാൻ പറ്റും. ഇനി വിച്ച് ഓഫ് ദീസ് ഷോസ് ഹയർ വാട്ടർ കണ്ടന്റ്, 1 or 2? അപ്പോ ഹയർ വാട്ടർ കണ്ടന്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് എവിടെ നോക്കിയാൽ മതി, നമ്മുടെ സ്റ്റൊമേറ്റ ക്ലോസ്ഡ് ആണോ ഓപ്പൺഡ് ആണോ നോക്കിയാൽ മനസ്സിലാവും. ഇനി സ്റ്റൊമേറ്റ ഓപ്പൺ ആവുന്നത് ഹയർ വാട്ടർ കണ്ടന്റ് വരുമ്പോഴാണ്. എവിടെ, നമ്മുടെ ഗാർഡ് സെൽസിൽ വാട്ടർ കണ്ടന്റ് കൂടുമ്പോൾ ഇത് കുറച്ചും കൂടി ടേർജിഡ് ആയി വന്ന് അതൊക്കെ ഇവിടെ ഗ്യാപ്പ് ഫോം ചെയ്യും. അപ്പൊ സെക്കൻഡ് പിക്ചർ എന്താണ്, ഇത് ക്ലോസ്ഡ് ആണ്. അപ്പൊ ഇത് കണ്ടാൽ തന്നെ അറിയാം ഒരു ഫ്ലാസിഡ് ആയിട്ടുള്ള രീതിയിലാണ്, ഇവിടെ വാട്ടർ കണ്ടന്റ് കുറവാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏതാണ് ഹയർ വാട്ടർ കണ്ടന്റ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഫിഗർ 1 ഹയർ വാട്ടർ കണ്ടന്റ്. അതുകൊണ്ടാണ് ടേർജിഡ് ആയിരിക്കുന്ന ഗാർഡ് സെൽസ് ആൻഡ് സ്റ്റൊമേറ്റ ഓപ്പൺഡ് ആയത്. ഇനി വിച്ച് എലമെന്റ് പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമേറ്റ? ഏതാണ്, മിനറൽ ന്യൂട്രീഷനിൽ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഏത്, K+ അയൺസ് ആണ് ഏത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമേറ്റയിലെ ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നത്. 24th ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയും കാര്യങ്ങൾ. ഇനി ഷോർട്ട് ആൻസറിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ യൂണിപോർട്ട്, സിംപോർട്ട് ആൻഡ് ആന്റിപോർട്ട്. ഡു ദേ റിക്വയർ എനർജി? അപ്പോ ഫസ്റ്റ് തിങ് അറിഞ്ഞിരിക്കേണ്ടത്, യൂണിപോർട്ട്, സിംപോർട്ട്, ആന്റിപോർട്ട് ആർ ദി ടൈപ്സ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ? ഏതാണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണോ, സിമ്പിൾ ഡിഫ്യൂഷൻ ആണോ, ഫെസിലിറ്റേറ്റഡ് ആണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്റെ ടൈപ്സ് ആണ് ഈ 3. ഇനി ഓരോന്നും പറയുന്നത് എന്താണ്, ഒരൊറ്റ സിംഗിൾ മോളിക്യൂളേ ഉള്ളൂ ആൻഡ് അത് കാരിയർ പ്രോട്ടീനിൽ കൂടി ഒറ്റക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ യൂണിപോർട്ട് എന്ന് വിളിച്ചു. അതായത് യൂണി എന്ന് പറഞ്ഞാൽ 1,
സിംഗിൾ മോളിക്യൂളിന്റെ മൂവ്മെന്റ് ത്രൂ ദി കാരിയർ പ്രോട്ടീൻ വിത്തൗട്ട് എ പാർട്ട്ണർ. ഇനി ആന്റിപോട്ട് എന്താണ്? നമ്മുടെ കാരിയർ പ്രോട്ടീൻസിന് അക്രോസ് മൂവ്മെന്റ് നടക്കാണ്. ആൻഡ് ഇവിടെ 2 ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അതുപോലെയാണ് ആന്റി ആയതുകൊണ്ട് എന്താ ഇവർ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ് മൂവ് ചെയ്യുന്നത്. ഇനി സിംപോർട്ട് എങ്ങനെയാണ്? കാരിയർ പ്രോട്ടീൻസിന്റെ അക്രോസ് 2 മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു ഇൻ ദി സെയിം ഡിറക്ഷൻ. യൂണിപോർട്ട്, സിംപോർട്ട്, ആന്റിപോർട്ട് ഈ ഡയഗ്രാം വരക്കാൻ അറിഞ്ഞിരിക്കുക. ഇനി എനർജി റിക്വയർമെന്റ് പറയുകയാണെങ്കിൽ ഇവരൊക്കെ എങ്ങനെയാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. അപ്പൊ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എങ്ങനെയാണ്? നമ്മൾ എനർജി റിക്വയർഡ് അല്ല, അതായത് ATPന്റെ റിക്വയർമെന്റ് 0 ആണ്. സോ എന്ത് പറയാൻ പറ്റും? ദേ ഡു നോട്ട് റിക്വയർ എനർജി. ഇത്രയാണ് ഏത് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്? 25th ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. ഇനി ലോങ് ആൻസർ ടൈപ്പിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? Minerals are present in the soil in sufficient amounts. Do plants need to adjust the type of solute that reach the xylem? Which molecules help to adjust this? How do plants regulate the type and quantity of solutes that reach xylem? നമ്മൾ ഇത്രയും നേരം എന്തൊക്കെ പഠിച്ചിരുന്നു? കുറെ മൂവ്മെന്റ് നടക്കുന്നുണ്ടെന്ന് പഠിച്ചിരുന്നു. ഇനി ഓരോ മൂവ്മെന്റിന്റെ ചാനൽസ് ഏതാന്നൊക്കെ പഠിച്ചിരുന്നു. ഇനി ഏതെങ്കിലും കൺട്രോളിംഗ് മോളിക്യൂൾസ് ഉണ്ടോ അല്ലെങ്കിൽ റെഗുലേറ്ററി മോളിക്യൂൾസ് ഉണ്ടോ ടു റെഗുലേറ്റ് ഏത് മോളിക്യൂൾ, ഏത് അയൺ എത്രത്തോളം അല്ലെങ്കിൽ ഏത് സൊല്യൂട്ട് എത്രത്തോളം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തണമെന്ന് കൺട്രോൾ ചെയ്യാൻ മാത്രം. അപ്പോ ഇങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ എന്ത് പറയാൻ പറ്റും? യെസ്, പ്ലാന്റ്സ് നീഡ് ടു അഡ്ജസ്റ്റ് ദി ടൈപ്സ് ഓഫ് സൊല്യൂട്ട് ദാറ്റ് റീച്ച് ദി സൈലം. ഇനി ഇതിന്റെ റെഗുലേറ്റ് ചെയ്യുന്ന വിച്ച് മോളിക്യൂൾസ് ഹെൽപ് ടു അഡ്ജസ്റ്റ് ദിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് മോളിക്യൂളാണ്? സം റെഗുലേറ്ററി മോളിക്യൂൾസ് ആർ ദേർ ദാറ്റ് റെഗുലേറ്റ് ദി അയൺ കണ്ടന്റ് ഇൻ ദി പ്ലാന്റ്. ഇനി ഈ റെഗുലേറ്ററി മോളിക്യൂൾസിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ്. അതായത് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിൽ ഏത് സെൽസിന്റെ ഡയറക്ട്ലി വാട്ടർ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ മിനറൽസ് അബ്സോർബ് ചെയ്യുന്ന റൂട്ടിൽ നിന്നാണ്. റൂട്ടിന്റെ റൂട്ട് ഹെയർ ആണ്. അപ്പൊ റൂട്ട് ഹെയർ സെൽസിനും എൻഡോഡെർമിസിന്റെയും പ്ലാസ്മ മെംബ്രെയിൻ നമുക്ക് ചില ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉണ്ട്. ഇനി ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് എങ്ങനെയാണ്? ഹൈലി സ്പെസിഫിക് ആയതുകൊണ്ട് ചില ടൈപ്സ് ഓഫ് മോളിക്യൂൾസിന് മാത്രമേ എൻട്രി കൊടുക്കുന്നുള്ളൂ. അപ്പോ അവരെങ്ങനെയാ? അവര് റെഗുലേറ്ററി മോളിക്യൂൾസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആര്? നമ്മുടെ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ്. ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ ഡു പ്ലാന്റ്സ് റെഗുലേറ്റ് ദി ടൈപ്പ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ റെഗുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മെംബ്രെയിൻ പ്രോട്ടീൻസ് ആണ്. ആൻഡ് ഈ മെംബ്രെയിൻ പ്രോട്ടീൻസിന് എന്ത് വേണം? ATP റിക്വയർമെന്റ് ഉണ്ട്. അതായത് സെലക്ടീവ്ലി അയൺ പമ്പ്സിനെ കൂടി നമ്മുടെ റൂട്ട് ഹെയർ സെൽസിന്റെ മെംബ്രെയിനിന്റെ അക്രോസ് ഇവർക്ക് എൻട്രി കൊടുക്കാൻ അല്ലെങ്കിൽ പാസ് കൊടുക്കാൻ. ഇനി ഇവിടെ നടക്കുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ഇനി എൻഡോഡെർമൽ സെൽസിൽ നമുക്കറിയാം ഇംപെർമിബിൾ, വാട്ടറിന് പെർമിബിലിറ്റി കൊടുക്കാത്ത ഒരു സൂപ്പറിൻ ലെയർ ഡെപ്പോസിഷൻ ഉണ്ട്. അപ്പോൾ ഈ സൂപ്പറിൻ ലെയർ ഡെപ്പോസിഷൻ പ്രിവെന്റ്സ് പാസീവ് ട്രാൻസ്പോർട്ട് ഓഫ് ദി അയൺസ്. അപ്പോ എന്ത് പറ്റും? Therefore, it contains transport proteins to regulate the type and quantity of the solutes which reaches the xylem vessels. അതേപോലെ തന്നെ ഇത്തരം പ്രോട്ടീൻസിനെ കൂടി വലിയ ലാർജ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനും എൻട്രി പ്രൊഹിബിറ്റഡ് ആണ്. അപ്പൊ ഈ 2 പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആൻസർ കംപ്ലീറ്റ് ആവും. റെഗുലേറ്ററി മോളിക്യൂൾസ് ഉണ്ടെന്ന് പറയണം. ഇനി റൂട്ട് ഹെയർ സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിനിൽ ചില പ്രോട്ടീൻസ് ഉണ്ട് വിച്ച് helps in active transport of ions across the root hair cells. ഇനി അതേപോലെ തന്നെ എൻഡോഡെർമിസിൽ ഇംപെർമിബിൾ ഒരു സൂപ്പറിൻ ലെയർ ഉണ്ട്. അതുകൊണ്ട് അവർ പാസീവ്, ഇങ്ങനെ എല്ലാ സ്ട്രേഞ്ചേഴ്സിനെയും കയറ്റിവിടില്ല. സെലക്ടീവ്ലി എൻട്രി കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എൻട്രി കൊടുക്കാൻ പറ്റുന്ന മോളിക്യൂൾസിന് മാത്രമേ നമ്മൾ കടത്തി വിടുള്ളൂ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്ലാന്റ് ഷോ ടെമ്പററി ആൻഡ് പെർമനന്റ് ബിൽഡിംഗ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദി ടു. Do any of them indicate the water status of the soil? അപ്പൊ അതിന് ആൻസർ എന്താണ്? ടെമ്പററി വിൽട്ടിംഗ് എന്തായിരിക്കും? ടെമ്പററിലി നമ്മുടെ സെൽസിന്റെ ടെർജിഡിറ്റി നഷ്ടപ്പെട്ടു പോവുക. ഇനി പെർമനന്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ലോസ് ഓഫ് ടെർജിഡിറ്റി ഉണ്ടാവുക. ഇനി ഇതിന്റെ കോസ് എന്തായിരിക്കും? ടെമ്പററി വിൽട്ടിംഗ്, അതായത് ഫോർ എ ടെമ്പററി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതായത് പ്ലാന്റ്സിന് കിട്ടുന്ന വാട്ടറിനെ കാട്ടിയും റേറ്റ് ഓഫ് അബ്സോർപ്ഷനെ കാട്ടിയും റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ഇൻക്രീസ് ചെയ്താൽ ടെമ്പററി വിൽട്ടിംഗ് ഉണ്ടാവും. ആൻഡ് പെർമനന്റ് വിൽട്ടിംഗ് എപ്പോൾ ഉണ്ടാവും? വെൻ ദി റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ഇസ് മോർ ദാൻ
ബിലോ ദി ക്രിട്ടിക്കൽ ലെവൽ ഓഫ് വാട്ടർ സപ്ലൈ. അതായത് ഒരു ബേസ് ലൈൻ ലെവൽ ഉണ്ട് ഫോർ വാട്ടർ സപ്ലൈ ടു റിമെയിൻ എന്ത് പെർമനന്റ് വിൽട്ടിങ് ചെയ്യാണ്ട് ടെമ്പററി വിൽറ്റഡ് ആവാൻ്റെ ഒരു ബേസ് ലൈൻ വാല്യൂ ഉണ്ട്. അതിലും കുറവ് സപ്ലൈനെ കാട്ടി കൂടുതൽ നമ്മുടെ ട്രാൻസ്പിറേഷൻ അത്രയും ടൈംസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പെർമനന്റ് വിൽട്ടിങ് ഉണ്ടാവും. ഇനി ടെമ്പററി വിൽട്ടിങ് ആണെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ വാട്ടർ സപ്ലൈ നോർമലൈസ് ആവുന്ന ആ പോയിന്റ് തൊട്ട് വിൽട്ടിങ് പതുക്കെ ഡിസപ്പിയർ ചെയ്തു തുടങ്ങും. പക്ഷെ വൺസ് പെർമനന്റ് വിൽട്ടിങ് സ്റ്റാർട്ട്സ് എന്ത് പറ്റും, വാട്ടർ സപ്ലൈ പഴയ പോലെ നോർമൽ ആയാലും നമ്മുടെ പെർമനന്റ് വിൽട്ടിങ് ഇറിവേഴ്സിബിൾ ആയിരിക്കും. ഇനി ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും, ടെമ്പററി വിൽട്ടിങ്ങിൽ പ്ലാന്റ്സ് റിക്കവർ ചെയ്ത് നോർമൽ ആക്ടിവിറ്റിയിലേക്ക് പോകും. പക്ഷെ പെർമനന്റ് വിൽട്ടിങ്ങിൽ പ്ലാന്റ് ഇവൻച്വലി ഡൈസ്. ഇനി ഇൻഡിക്കേഷൻ എന്താണ്, ടെമ്പററി വിൽട്ടിങ് കാണിക്കുന്നത് സോയിലിലെ ലോ വാട്ടർ ലെവൽ ആണ്. പക്ഷെ പെർമനന്റ് വിൽട്ടിങ് എന്താണ് കാണിക്കുന്നത്, ദർ ഇസ് നോ വാട്ടർ സോഴ്സ് ഫോർ ദി പ്ലാന്റ് ഫോർ സച്ച് എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഇനി ഇതിന്റെ ഡിഫറൻസസ് നോക്കുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ടാബുലർ ഫോമിൽ കൊടുത്തിരിക്കാന്നേ ഉള്ളൂ. ക്രൈറ്റീരിയ എങ്ങനെയാണ്, ടെർജറിറ്റി എന്താ പറ്റുക, കോസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഫൈനലി റിസൾട്ട് എന്താണ് സംഭവിക്കുക, ഇവൻച്വലി ഡൈസ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ, വൈ ആർ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന which of these is a semi-permeable membrane and which is selectively permeable? A. Animal bladder, B. Plasma lemma, tonoplast, parchment membrane and egg membrane. അപ്പൊ സെമി പെർമബിളും സെലക്ടീവ്ലി പെർമിബിളിന്റെയും ലിസ്റ്റ് ആണ്. ഈ ലിസ്റ്റ് എവിടെയെങ്കിലും എഴുതി വെച്ചേക്കുക. ഇതില് സെലക്ടീവ്ലി പെർമിബിൾ ആര് മാത്രമേ ഉള്ളൂ, നമ്മുടെ പ്ലാസ്മ ലെമ്മയും ആൻഡ് ടോണോപ്ലാസ്റ്റും. ഇനി ബാക്കിയുള്ള എല്ലാ സ്ട്രക്ചേഴ്സും എങ്ങനെയാണ്, ദേ ആർ സെമി പെർമിബിൾ. ഇതിന്റെ വ്യത്യാസം എന്താ വെച്ചാല് സെമി പെർമിബിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൊല്യൂട്ട്സിനെയും സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സെമി പെർമിബിലിറ്റി പറയുന്നത്. സൊല്യൂട്ട്സിനെ കടത്തിവിടില്ല, സോൾവെന്റിനെ മാത്രം കടത്തിവിടുന്നു. ഇനി സിലക്ടീവ്ലി പെർമിബിൾ ആണെങ്കിൽ സൊല്യൂട്ട്സിനെ എല്ലാം ഒന്നും കടത്തിവിടില്ല, സെലക്ടഡ് മോളിക്യൂൾസിനെ മാത്രമേ കടത്തിവിടുള്ളൂ. അപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, പ്ലാസ്മ ലെമ്മയും ടോണോപ്ലാസ്റ്റും സെലക്ടീവ്ലി പെർമിബിൾ ആണ്, ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ സെമി പെർമിബിൾ ആണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹാലോഫൈറ്റ്സ് മേ ഷോ cell pressure very much higher than atmospheric pressure. Explain how this can happen. അപ്പൊ ഹാലോഫൈറ്റ്സ് എന്താണ്, പ്ലാന്റ്സ് വിച്ച് ഗ്രോ ഇൻ സലൈൻ എൻവയൺമെന്റ്. സലൈൻ എൻവയൺമെന്റ് ജീവിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്, ആ എൻവയൺമെന്റിൽ വാട്ടർ പൊട്ടൻഷ്യൽ നല്ല കുറവാണ്, വാട്ടർ മോളിക്യൂൾസിന്റെ കോൺസെൻട്രേഷൻ തന്നെ കുറവാണ്, അത് വാട്ടർ മോളിക്യൂൾസിന്റെ നമ്പർ കുറവാണ് കമ്പയർഡ് ടു ദി ബാക്കിയുള്ള സെൽസ്. അപ്പൊ എന്ത് പറ്റും, നമുക്കറിയാം ഹൈപ്പർട്രോഫിക്, ഇതിൽ നമ്മൾ പഠിച്ചാണ് ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ നമ്മളൊരു സെല്ലിന് ഇടുന്ന അവസ്ഥയാണ് ഹാലോഫിറ്റിക് പ്ലാന്റ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, എക്സോസ്മോസിസിലേക്ക് ലീഡ് ചെയ്യുന്നു. therefore to prevent the loss of water അവർക്ക് അതിൻ്റെതായ അഡാപ്റ്റേഷൻസ് ഉണ്ട് ടു ലെറ്റ് ദം സ്റ്റോർ സോൾട്ട് ഇൻ ദ സെൽസ്. അല്ലെങ്കിൽ എന്ത് പറ്റും, ഹാലോഫൈറ്റ്സ് അതായത് അവർ സെലൈൻ എൻവയൺമെന്റിലാണ് ജീവിക്കുന്നത്, അതേപോലെ തന്നെ അവർ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സോൾട്ട്. കാരണം എന്താ, ഈ അബ്നോർമൽ മൂവ്മെന്റ് അല്ലെങ്കിൽ നോർമലി നടക്കുന്ന മൂവ്മെന്റ് എക്സസീവ്ലി നടന്നു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സോൾട്ട് ഇൻ ദെയർ സെൽസ്. ഇനി അവരുടെ സെൽസിലെ എക്സസ് സോൾട്ട് എന്ത് പറ്റും, മേക്ക് ദം ഹൈപ്പർടോണിക് കമ്പയർഡ് ടു ദി സറൗണ്ടിങ് സോൾട്ട് വാട്ടർ. അപ്പൊ എന്ത് പറ്റും, ദിസ് ഹെൽപ് ദം മെയിൻറ്റെയിൻ ആൻ ഇന്റേണൽ ഓസ്മോട്ടിക് പ്രഷർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇവരുടെ അഡാപ്റ്റേഷൻ എങ്ങനെയാണ്, ടു സർവൈവ് or to be able to store the excess salt than its surrounding environment. ഇവർക്ക് എന്ത് പറ്റുന്നു, ഇവർക്ക് ഇന്റേർണലി ഒരു ഹയർ ഓസ്മോട്ടിക് പ്രഷർ ആയിരിക്കും ദാൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ദ റേഡിയോ ലേബിൾഡ് കാർബൺ ആൻഡ് കാർബൺ ഡയോക്സൈഡ് supplied to potato plants in an experiment was seen in the tuber eventually. ഇനി trace the movement of labeled carbon dioxide എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എന്താണ് സൂചിപ്പിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് റേഡിയോ ലേബൽ ചെയ്ത് ആൻഡ് നമ്മൾ പൊട്ടറ്റോ പ്ലാന്റ്സിന് സപ്ലൈ ചെയ്തപ്പോൾ ഫൈനലി നമ്മൾ റിക്കവർ ചെയ്തത് എവിടെയാണ്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ട്യൂബറിലാണ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയത്. ഇതിന്റെ കാരണം എങ്ങനെയാണ്, ആൻഡ് ട്രേസ് ദി മൂവ്മെന്റ്. അപ്പോ എങ്ങനെ, ഈ റേഡിയോ ലേബിൾഡ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ സ്റ്റൊമേറ്റയിൽ കൂടി ലീഫിൽ എന്റർ ചെയ്യുന്നു. ആൻഡ് ഇവിടെ എന്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, സ്റ്റൊമേറ്റയിൽ കൂടി എന്റർ ചെയ്ത് ഇവർ നേരെ കാണുന്നത് മീസോഫിൽ സെൽസ് ആയിരിക്കും.
ഇനി ഇവിടെ വെച്ച് മീസോഫിൽ സെൽസിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യാണ് ത്രൂ ദി പ്രോസസ് ഓഫ് കാൽവിൻ സൈക്കിൾ ഓഫ് ഫോട്ടോസിന്തസിസ്. ഇനി കാർബണിനെ എവിടേക്ക് എത്തി? ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫുഡ് ഉണ്ടാക്കാൻ യൂട്ടിലൈസ് ചെയ്യാണ്. അപ്പൊ അവർ പതുക്കെ ഗ്ലൂക്കോസ് മോളിക്യൂളിൽ എത്തി. ഇനി ഈ കാർബൺ ഇനി എന്ത് പറ്റും? പോളിമറൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് പതുക്കെ നടന്ന് സ്റ്റാർച്ച് ഫോർമേഷൻ നടക്കും. അപ്പൊ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇപ്പൊ എവിടെയാണ് എത്തിയത്? സ്റ്റാർച്ച് ഗ്രന്യൂൾസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മുടെ ഈ റേഡിയോ ലേബിൾഡ് കാർബൺ കാണാൻ പറ്റും. ഇനി ഈ സ്റ്റാർച്ച് ഗ്രാന്യൂൾസ് ആർ ഫൗണ്ട് ഇൻ സ്ട്രോമ ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ്. ഇനി എന്ത് പറ്റും? സ്റ്റാർച്ചിനെ പതുക്കെ പ്ലാന്റ് സൂക്രോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് നമ്മൾ മാസ് ഫ്ലോ ഹൈപ്പോത്തിസിസ് പഠിച്ചാണ് ഈ സൂക്രോസ് ആദ്യം കമ്പാനിയൻ സെല്ലില് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇങ്ങനെ മൂവ് ചെയ്യും, അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേറ്റഡ് ആവും. ഇനി ഈ റേഡിയോ ലേബിൾഡ് കാർബൺ ഇപ്പൊ ഇവിടെ എത്തി, കമ്പാനിയൻ സെല്ലിലെത്തി. ഇനി അവിടുന്ന് നേരെ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? സീവ് ട്യൂബിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? ഈ റേഡിയോ ലേബിൾഡ് സൂക്രോസ് ഇപ്പോ ട്രാവൽസ് ഡൗൺവേർഡ്സ് ഇൻ ദി സീവ് ട്യൂബ്. ഇനി സൂക്രോസ് ഗെറ്റ്സ് അൺലോഡഡ് ഇൻ ടു ദി സിങ്ക്, അതായത് സെൽസ് ഓഫ് ദ ട്യൂബർ വേർ ഇറ്റ് ഇസ് സ്റ്റോർഡ് ആസ് സ്റ്റാർച്ച്. അപ്പൊ പൊട്ടേറ്റോയില് ട്യൂബറിലാണ് ഇത് സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ സിങ്ക് എന്ന് പറയുന്നത് ഇൻ എ പൊട്ടേറ്റോ പ്ലാന്റ് ഇസ് ദി ട്യൂബർ. അപ്പൊ സൂക്രോസിന്റെ അൺലോഡിങ് നടക്കുന്നത് ട്യൂബറിലായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡയഗ്രാം വെച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മാസ് ഫ്ലോ ഹൈപ്പോത്തിസിസ് അറിയുമെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇപ്പൊ മാസ് ഫ്ലോ ഹൈപ്പോത്തിസിസ് അറിയേണ്ട കാര്യം, സെൽസിന് അതായത് റേഡിയോ ലേബിൾഡ് കാർബൺ നമ്മൾ പ്രൊവൈഡ് ചെയ്തപ്പോൾ അതാദ്യം ലീഫ് എടുത്തു ത്രൂ ദി സ്റ്റൊമേറ്റ. അവിടുന്ന് നേരെ കാണുന്ന മീസോഫിൽ സെൽസിലേക്ക് എൻ്റർ ചെയ്ത് അവിടെ കാൽവിൻ സൈക്കിൾ വഴി ഈ കാർബൺ ഫോട്ടോസിന്തസിസ് പ്രോഡക്റ്റ് ആയ ഗ്ലൂക്കോസിലെത്തി. അവിടുന്ന് പോളിമറൈസ് ചെയ്ത് സ്റ്റാർച്ച് ഗ്രാന്യൂൾസ് ഇൻ സ്ട്രോമ ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റിലെത്തി. ഇനി അവിടുന്ന് എന്ത് പറ്റും? കമ്പാനിയൻ സെൽസിലേക്ക് മൂവ് ചെയ്യും. അത് കഴിഞ്ഞ് സീവ് ട്യൂബിലേക്ക് മൂവ് ചെയ്യും. ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ സിങ്ക് ബീങ് ദി സെൽസ് ഓഫ് ട്യൂബറിലേക്ക് അവിടെ സ്റ്റാർച്ച് ആയിട്ട് നമ്മുടെ സൂക്രോസ് അല്ലെങ്കിൽ റേഡിയോ ലേബിൾഡ് കാർബൺ ഇൻ ദി ഫോം ഓഫ് സൂക്രോസ് സ്റ്റോർഡ് ആവാണ്. ഇനി 6th ക്വസ്റ്റ്യൻ എന്താണ്? വാട്ടർ മോളിക്യൂൾ ഇസ് വെരി പോളാർ. പോളാർ എൻഡ് ഓഫ് മോളിക്യൂൾ അട്രാക്ട്സ് ഓപ്പോസിറ്റ് ചാർജസ് ഓൺ അനദർ വാട്ടർ മോളിക്യൂൾ. കാരണം മാഗ്നറ്റ് പോലെ. ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ദിസ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ with reference to the upward movement of water? Comment on the upward movement of solution. Comment on the upward movement of water solution given the intermolecular hydrogen bonding in water. അപ്പോൾ ഈ upward movement ascent of sap നമുക്ക് with respect to intermolecular hydrogen bond explain ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയേണ്ടത് നമുക്ക് ഓൾറെഡി അറിയാം, വാട്ടർ മോളിക്യൂൾസിന്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്? കൊഹെഷനും സർഫസ് ടെൻഷനും അഡീഷനും വഴി നടക്കും. ഇനി കൊഹെഷൻ എന്താണ്, അഡീഷൻ എന്താണ്, സർഫസ് ടെൻഷൻ എന്താണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇനി ഈ അപ്വേർഡ് മൂവ്മെന്റ് ഇസ് കോൾഡ് ദി അസെന്റ് ഓഫ് സാപ്പ്. ആൻഡ് ഇത് ആരാണ് നമ്മൾ സപ്ലിമെന്റ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ട്രാൻസ്പിറേഷൻ പുള്ള് കാരണം ഈ 3 പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടറും എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? അസെന്റ് ഓഫ് സാപ്പിന് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഈ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഏതില്? കൊഹെഷനില് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇൻ അഡീഷൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ടർ മോളിക്യൂൾസ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ് ഇത് ടെൻസൈൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ അഡീഷനിലും എങ്ങനെയാണ് കാണാൻ പറ്റുക? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് ഹൈ കാപ്പിലാരിറ്റി കാണുന്നു. ആൻഡ് ഇറ്റ് ഇസ് ഏബിൾ ടു റൈസ് ഇൻ എ നാരോ ട്യൂബ് അല്ലെങ്കിൽ കോളം ലൈക്ക് ഇൻ സൈലം വെസൽസ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കമന്റ് ഓൺ ദി എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. What does the setup demonstrate? What will happen to the level of water if a blower is placed close to the setup? Will the mercury level fluctuate? അതായത് up or down move ചെയ്യോ if phenyl mercuric acetate is sprayed on the leaves? അപ്പോ ഈ സെറ്റപ്പ് എന്താണ് പറയുന്നത്? എയർ വരുന്നത്, ഇവിടെ ലീഫി ഷൂട്ട് കാണാൻ പറ്റും, ഇവിടെ ഒരു ചെറിയ റബ്ബർ ട്യൂബിംഗ് ഉണ്ട്, ആൻഡ് ഇവിടെ എയർ ഫ്രീ ആയിട്ടുള്ള വാട്ടർ ഉണ്ട്, ആൻഡ് നമ്മൾ ഇവിടെ ഒരു സൊല്യൂഷൻ വെച്ചിട്ടുണ്ട്, മെർക്യൂറിയുടെ സൊല്യൂഷൻ വെച്ചിട്ടുണ്ട്, മെർക്കുറി ട്യൂബ് വെച്ചിട്ടുണ്ട്, ആൻഡ് അറ്റ് ദി എൻഡ് ഒരു സൊല്യൂഷനും വെച്ചിട്ടുണ്ട്. ഇനി ഇത് എന്തിനാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദി സെറ്റപ്പ് ഡെമോൺസ്ട്രേറ്റ്? എന്തായിരിക്കും ഈ സെറ്റപ്പ്? ട്രാൻസ്പിറേഷൻ പുൾ തിയറി പ്രൂവ് ചെയ്യാൻ വേണ്ടി, അതായത് അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഡ്യൂ ടു ട്രാൻസ്പിറേഷൻ പുൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. കാരണം എന്താ? ഇവിടുന്ന് അപ്വേർഡ് മൂവ്മെന്റ് ട്രാൻസ്പിറേഷൻ വാട്ടർ ലോസ് സംഭവിക്കുമ്പോൾ വാട്ടറിന്റെ ഡെഫിസിറ്റ് വരുന്നു. ഈ ഡെഫിസിറ്റ് ഓവർകം ചെയ്യാൻ നമ്മൾ റൂട്ടിൽ നിന്ന്, അതായത് സോയിലിൽ നിന്ന്
പ്ലാന്റ് വാട്ടർ എടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ച ട്രാൻസ്പിറേഷൻ പോൾ തിയറിയിൽ പഠിച്ചത്. അപ്പൊ ദിസ് സെറ്റപ്പ് ഡെമോൺസ്ട്രേറ്റ്സ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്പിറേഷൻ. ഇനി ബി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ എന്തായിരുന്നു? വാട്ട് വിൽ ഹാപ്പൻ ടു ദി ലെവൽ ഓഫ് വാട്ടർ ഇഫ് എ ബ്ലോവർ ഇസ് പ്ലേസ്ഡ് ക്ലോസ് ടു ദി സെറ്റപ്പ്. അപ്പോ ഇവിടെ ഒരു ബ്ലോവർ ഫിറ്റ് ചെയ്താൽ എന്ത് പറ്റുന്നു? ഇവിടെ എയറിന്റെ മൂവ്മെന്റ് നടക്കുന്നു. അപ്പോ ഇറ്റ് വിൽ ഇൻക്രീസ് ദി സ്പീഡ് ഓഫ് വിൻഡ്. അപ്പോ വിൻഡ് വെലോസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പറയുന്നു ട്രാൻസ്പിറേഷൻ റേറ്റും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോ ഇൻക്രീസ്ഡ് സ്പീഡ് ഓഫ് വിൻഡ് മീൻസ് ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ. അപ്പൊ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് വാട്ടർ ലെവൽ എന്ത് പറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് വിൽ ഹാപ്പൻ ടു ദി വാട്ടർ ലെവൽ, അതായത് ഇവിടുന്ന് ട്രാൻസ്പിറേഷൻ അതായത് വാട്ടർ ലോസ് കൂടുമ്പോൾ താഴ്ന്ന് പുള്ള് ചെയ്യുന്നതിന്റെ റേറ്റും ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ വാട്ടർ ലെവൽ പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ വാട്ടർ ലെവൽ ഫോൾസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? വാട്ടർ ലെവൽ വിൽ ഗോ ഡൗൺ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് വിൽ ദി മെർക്യൂറി ലെവൽ ഫ്ലക്ച്വേറ്റ് ഇഫ് ഫിനൈൽ മെർക്യൂറിക് അസറ്റേറ്റ് ഇസ് സ്പ്രേഡ് ഓൺ ദി ലീവ്സ്. അപ്പോ ഫിനൈൽ മെർക്യൂറിക് അസറ്റേറ്റ് എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കാനാണ്? ഇറ്റ് ഇസ് എൻ ആന്റി ട്രാൻസ്പിരന്റ്. അപ്പൊ ആന്റി ട്രാൻസ്പിരന്റ് സ്പ്രേ ചെയ്താൽ നമുക്കറിയാം അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ വഴി സ്റ്റൊമേറ്റ ക്ലോസ് ചെയ്യുന്നു ആൻഡ് നമ്മുടെ ട്രാൻസ്പിറേഷൻ ഇൻഹിബിറ്റഡ് ആവുന്നു. ഇൻഹിബിറ്റഡ് ആകുമ്പോൾ നമ്മുടെ മെർക്യൂറി ലെവൽ പതുക്കെ ഇറ്റ് വിൽ ഗോ ഡൗൺ. അപ്പൊ ഫിനൈൽ മെർക്യൂറിക് ആസിഡ് ബീങ് എൻ ആന്റി ട്രാൻസ്പിരന്റ് വെൻ സ്പ്രേഡ് ഓൺ ലീവ്സ് മെർക്യൂറി ലെവലിന് എന്ത് പറ്റും? ഇറ്റ് വിൽ ഗോ ഡൗൺ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 7th ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതോടെ നമ്മുടെ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിന്റെ NCERT എക്സംപ്ലർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കാണ്. ഇതിൽ ഇമ്പോർട്ടന്റ് മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ്, പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് അറിഞ്ഞിരിക്കുക. ഹൈപ്പർടോണിക് ഹൈപ്പോടോണിക് സൊല്യൂഷനിൽ ഉണ്ടാകുമ്പോൾ എക്സോസ്മോസും എൻഡോസ്മോസും നടക്കുന്ന ഫിനോമിനൻ അറിഞ്ഞിരിക്കുക. ഇത്രയും ആൻഡ് നമ്മുടെ വാട്ടറിന്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. ഇതൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. കോൺസെപ്ച്വലി പ്രിപ്പയർഡ് ആയിരിക്കുക. താങ്ക് യു.